തിരിച്ചു പറയുന്ന അതിൻ്റെ മറുവശം സംസാരിക്കുന്ന അല്ലെ അപൂർവം ഫീമെയിൽ വോയിസിൽ ഒന്നാണ് അനുലീസായിട്ട് മാറിയിട്ടുണ്ട് ശരിക്കും. ഗേൾസ് ആണെങ്കിലും വന്ന് എനിക്ക് കുറെ ഗേൾസ് ചിലപ്പോൾ കുറച്ച് ഹേറ്റ് മെസ്സേജ് വരാറുണ്ട് എനിക്ക്. ഓക്കെ. താൻ എന്താണ് ടോക്സിക് ആയിട്ടുള്ള ബോയ്സിനെ താൻ സപ്പോർട്ട് ചെയ്യാൻ തോന്നുന്നുണ്ട്. സ്ത്രീ വിഷയങ്ങളിൽ എപ്പോഴും പുരുഷന്മാർ സംസാരിക്കാറുണ്ട്, കാണാറുണ്ട്. പക്ഷെ പുരുഷന്മാരുടെ കാര്യത്തിൽ വരുമ്പോൾ സ്ത്രീ സംസാരിക്കുന്നത് പൊതുവെ കുറവാണ്. എന്തുകൊണ്ടാണ്? എനിക്കൊന്ന് ബോയ്സ് ആക്ച്വലി ഓപ്പൺ അപ്പ് ആവാറില്ല അധികം. ഇപ്പോൾ ഒരു പൊട്ടിക്കരഞ്ഞൊരു ചെക്കനെ ഇപ്പോൾ ഒരാൾ സംസാരിക്കുമ്പോഴത്തേനും അവനെ വീക്കായിട്ട് കാണുന്ന ഒരു ടെൻഡൻസി ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നത്. ഇപ്പോൾ ബോയ്സിന് ഇപ്പോൾ റോഹൻ ഇപ്പം മെൻ്റലി ഭയങ്കര ലോ ആണെങ്കിൽ റോഹന് ഷൂട്ടിന് പോകാൻ പറ്റില്ല, റോഹന് വീട്ടിൽ നിന്ന് ഇറങ്ങാൻ പറ്റില്ല, റോഹൻ വിൽ ഫീൽ സഫക്കേറ്റഡ്. പക്ഷെ പറയുമ്പം ഗേൾസിൻ്റെ പീരിയഡ്സ് പെയിൻ ആണ് എപ്പോഴും പറയുന്നത്. ഫിസിക്കലി ബോയ്സിനെ ഫിസിക്കലി അബ്യൂസ് ചെയ്യുന്ന പെണ്ണുങ്ങളുണ്ട്. എല്ലാ കാലവും എല്ലാം ഉണ്ട്. ഇത് പുതിയതായി ഉത്ഭവിപ്പിക്കുന്നൊന്നുമല്ല, പക്ഷേ പേരുകളാണ് വരുന്നത് എന്നുള്ളത്. അപ്പൊ എല്ലാ കാലം ഇപ്പൊ നമ്മള് മറ്റേ ഈ സിറ്റുവേഷൻഷിപ്പ് ആണെങ്കിൽ മുമ്പ് സംഭവിച്ചിട്ടുണ്ട് അല്ലെ, പെട്ടെന്ന് തോന്നുകയാണെങ്കിലും ഈ അവിഹിതങ്ങൾ പറയുന്ന പോലെ തന്നെ സംഭവം. ഇതൊന്നുമല്ല, ഈ സിറ്റുവേഷൻഷിപ്പ് ഈസ് ഐ തിങ്ക് എല്ലാവരുടെയും റിലേഷൻഷിപ്പ് ഈസ് എ സിറ്റുവേഷൻഷിപ്പ്. വീട്ടില് മറ്റേ ജാതി മതത്തിന്റെ പ്രശ്നം വന്ന് ഒഴിവാകുന്നവരെ ഇറ്റ് ഈസ് എ സിറ്റുവേഷൻഷിപ്പ് ഉള്ളി. നടക്കൂലെന്നല്ല, മറ്റേ കയ്യാലപ്പുറത്തെ തേങ്ങ പോലെയാണ് സംബന്ധിച്ച് നിൽക്കുന്നതല്ല. പുരുഷൻ സൈഡ് മനസ്സിലാക്കുന്ന അറിയുന്ന ഒരാൾ പക്ഷെ ഒരു വിവാഹ ജീവിതത്തിൽ ഇപ്പോൾ ഡിവോഴ്സിലേക്ക് കിടക്കുന്നു. അപ്പം അപ്പുറത്തെ സൈഡും കൂടി പലരും ചെയ്യാത്തൊരു കാര്യമാണ്. അപ്പുറത്തെ സൈഡും കൂടി അവനും കൂടി മനസ്സിലാക്കാൻ പറ്റിയാൽ, അവനെയോ അവളെയോ മനസ്സിലാക്കാൻ പറ്റിയാൽ തീരാവുന്നേ പല വർഷം നമ്മൾ പറയാറുണ്ട് അല്ലെ. പറയുന്നവർക്ക് പറയാം എല്ലാം ഇങ്ങനെയാണ്, അഡ്ജസ്റ്റ് ചെയ്ത് പോണം എന്ന് പറയുമല്ലോ. വി ഓപ്റ്റഡ് ഫോർ നോ, വി ജസ്റ്റ് ഓപ്റ്റഡ് ലൈക്ക് നോ, വി ഡു ഡിസേർവ് എ ബെറ്റർ ലൈഫ് വിത്തൗട്ട് ഈച്ച് അതർ എന്നുള്ള സംഭവം. പറയാൻ പരിമിതപ്പെടുത്തുന്ന വ്യക്തിയുള്ളൊരു കുട്ടിക്കാലം, പക്ഷെ അവിടെ നിന്ന് ഇന്ന് താൻ പറയുന്നത് എന്താണോ എന്ന് കേൾക്കാൻ പതിനായിരങ്ങളിലേക്കുള്ളൊരു വളർച്ച. സോ അത്തരത്തിലൊരാളാണ് ഇന്ന് ലൈവ് പോഡ്കാസ്റ്റ് വിത്ത് റോഹനോട് കൂടിയുള്ളത്. അനു എലീസ, നമസ്കാരം. എനിക്ക് തോന്നുന്നു ഞങ്ങൾക്ക് ആണുങ്ങൾക്കുണ്ടോ പറയാൻ ഒരു പെണ്ണ് എന്ന് പറയുന്ന ഒരു സ്റ്റേജ് തുടങ്ങിയിട്ടിരിക്കുന്നു. ആൾക്കാർ പറയും മറ്റേ ആണുങ്ങളെ ഇംപ്രസ് ചെയ്യാൻ വേണ്ടി എന്ന് പറയും. പക്ഷേ ആണുങ്ങൾ ഇമ്പ്രസ് ചെയ്തിട്ട് ആണുങ്ങളെ മെസ്സേജ് എൻ്റെ പെങ്ങള് സംസാരിക്കാൻ ഞങ്ങൾക്ക് വേണ്ടിയെങ്കിലും ഒരു പെങ്ങളുണ്ടല്ലോ എന്ന് പറഞ്ഞു. നിങ്ങളെ പോലെ പെങ്ങളില്ലാതായപ്പോഴല്ലോ. അതുകൊണ്ട് ഞാൻ ആ വാക്ക് ഉപയോഗിച്ചേ, ആണുങ്ങൾക്ക് പറയാനുണ്ടോ ഒരു പെണ്ണ് എന്നുള്ളത്. ആണുങ്ങൾ മാത്രമേ സംസാരിക്കുക. എപ്പോഴും ഗേൾസിന്റെ മനസ്സിൽ വിചാരിക്കുമ്പോൾ ബോയ്സിനെ ഇംപ്രസ് ചെയ്യാൻ വേണ്ടിയിട്ടാ. പക്ഷെ അന്നേരം ഞാൻ പറയും നിങ്ങൾക്ക് അറിയത്തില്ല ആണുങ്ങളെ ഇങ്ങനെ ആണുങ്ങളെ മനസ്സിലാക്കിയാൽ അവർ പെങ്ങൾ അല്ലെങ്കിൽ എന്താ പറയുക, ദേ ഫീൽ ഹോം വെൻ യു അണ്ടർസ്റ്റാൻഡ് ദം. അല്ലെങ്കിൽ ഇപ്പൊ ബോയ്സിനെ ഇംപ്രസ് ചെയ്യാനാണെങ്കിൽ അത്രയും ഇൻസ്റ്റാ പ്രൊഫൈൽസ് ഉണ്ട്. ഞാൻ റീസെന്റ് ഇട്ട വീഡിയോ പറഞ്ഞാല് ഒരു പുള്ളി ഒന്ന് പറഞ്ഞു ഇത് ചുമ്മാ ആണുങ്ങളെ ഇംപ്രസ് ചെയ്യാൻ വേണ്ടി. ഞാൻ പറഞ്ഞ് നിങ്ങളെപ്പോലുള്ള ഇംപ്രസ് ചെയ്യാൻ വേണ്ടി എളുപ്പ വഴി നല്ല ബോഡി റിവീലിംഗ് ആയിട്ടുള്ള ക്ലോത്ത്സ് ഇട്ട് വീഡിയോ ഇടുക, അറ്റൻഷൻ എങ്കിലും കിട്ടും. എനിക്കത് വേണ്ട. ഞാൻ നിങ്ങളെ മനസ്സിൽ ഇപ്പം ഞാൻ പറഞ്ഞു ഇതാ നല്ലത് പറഞ്ഞു, നല്ലത് ചെയ്താലും പ്രശ്നമാണ്. ഒരു സെറ്റ് ഓഫ് ആൾക്കാരുണ്ടാവും എന്തെങ്കിലും കുറ്റം കണ്ടുപിടിക്കണമെന്ന് പറയത്തില്ലേ. ദാറ്റ് ഈസ് ദെയർ ഓൾവേസ്. ഈ ഒരു 1.5 വർഷം മുമ്പ് വരെ എല്ലാ ഒരു സ്ത്രീയെ പോലെയും തങ്ങളുടേതായിട്ടുള്ള പ്രശ്നങ്ങൾ പറയുകയും അതിനെ അഭിമുഖീകരിക്കുകയും സംസാരിക്കുകയും ചെയ്തിരുന്ന ഒരാളാണ്. ഏകദേശം 1.5 വർഷങ്ങൾക്ക് ഇപ്പുറം പുരുഷപക്ഷമായിട്ട് മാറി. അതിനെന്തെങ്കിലും പ്രധാന ഒരു കാരണമുണ്ടോ? കുറേ മനസ്സിലാക്കാൻ പറ്റി. ലൈക്ക് ആ ഒരു 1.5 ഇയേഴ്സിൻ്റെ ഗ്യാപ്പിൽ 1.5 ഇയേഴ്സും പറ്റില്ല, ഐ വുഡ് സേ 1 ഇയർ. ലാസ്റ്റ് ഒരു ജൂൺ ജൂലൈ മുതൽ എൻ്റെ ഒരു 3 ഫ്രണ്ട്സിൻ്റെ ബ്രേക്കപ്പ്, ലൈക്ക് ദേ ആർ മൈ ക്ലോസ് ഫ്രണ്ട്സ്. അവർ ലോങ് ടേം റിലേഷനിലായിരുന്നു. അതുപോലെ ഇപ്പോൾ ലോങ്ങും ഷോർട്ടും. പക്ഷെ അവർ നല്ല ബോയ്സിൻ്റെ ഭാഗത്ത് നിന്ന് അവന്മാർ അത്രയും സിൻസിയർ ആണെന്ന് എനിക്കറിയാം. എൻ്റെ മെജോറിറ്റി ഉള്ള ബോയ്സ് ഫ്രണ്ട്സുകൾ നല്ല എന്താ പറയുക കയ്യിലിരിപ്പം നല്ല മോശം നമുക്ക് അറിയുന്ന ഫ്രണ്ട്സ് ഉണ്ടാവുമല്ലോ, ഇങ്ങോട്ട് പണ്ട് കാര്യമില്ലെന്ന് പറയുന്നത്. അങ്ങനെയുള്ള ടീംസ് ഉണ്ട്. പക്ഷെ അതിൽ 2-3 പേരുണ്ട് എനിക്ക് ഭയങ്കര ഇജ്ജത്ത് കുറച്ച് കൂടുതലുള്ള ടീംസ് ഉണ്ട്. കാരണം അവന്മാർ പെണ്ണിനെ അതുപോലെ ഉള്ളംകൈയിൽ വെച്ച് നോക്കിക്കൊണ്ടിരുന്നവന്മാരുണ്ട്. ആ 3 പേർക്കും തേപ്പിട്ട് അത് ബാക്ക് ടു ബാക്ക് ആയിരുന്നു വന്നത്. സോ ഐ സോ വാട്ട് ദേ വെന്റ് ത്രൂ. അതിൻ്റെ ഇടയ്ക്ക് എനിക്കൊരു ഇത് ഉണ്ടായിരുന്നു. സോ ലൈക്ക് അതൊന്നും എന്താ പറയുക അങ്ങോട്ടും ഇങ്ങോട്ടും നമുക്ക് ഷെയർ ചെയ്ത് പോകുന്നുള്ള പറയില്ലേ, അത് ഷെയർ ചെയ്ത് പോകുന്ന ഒരു പോയിന്റ് എത്തി. ഐ സോ വാട്ട് ദേ വെന്റ് ത്രൂ. നമ്മളിപ്പോൾ ഈ മൂവിയിലൊക്കെ കാണുമ്പം നിങ്ങളൊക്കെ ആക്ടേഴ്സ്, അപ്പം നിങ്ങൾക്കൊക്കെ അഭിനയിക്കേണ്ടി വരാറില്ലേ, ആ ഒരു ട്രോമറ്റൈസ്ഡ് സ്റ്റേജ് അഭിനയിക്കാൻ വരാറില്ലേ. ഐ സോ ഇറ്റ് വിത്ത് മൈ ഐസ്. ഞാൻ കണ്ണുകൊണ്ട് കണ്ടു. ഞാൻ ലിറ്ററലി കാണുന്ന വെച്ചാൽ അവന്മാർ ഹാലൂസിനേറ്റ് ആവുന്ന കണ്ടു. പക്ഷെ ഗോഡ് സേക്ക് എന്താ പറയുക ഈ കള്ളോ ഒരു ഡ്രഗ്സും ആ സമയത്ത് എടുക്കാതെ ഇരിക്കാൻ ഞാനായാലും നോക്കിയിട്ടുണ്ട്. ലൈക്ക് കാരണം അതും കൂടെ ചെയ്ത് കഴിയുമ്പോഴത്തേനും ഒരു ഡാർക്കർ മോഡിലേക്കാണ് പോകുന്നത്. മൈൻഡ് ഭയങ്കരമായിട്ട് ഫ്ലിപ്പ് ആവുന്ന ഒരു സോണിലേക്ക് പോകുന്ന എനിക്ക് മനസ്സിലായി. പക്ഷെ ആ സമയത്ത് ഞാൻ അതൊരു 2-3 മാസത്തോളം ഞാൻ അവർക്ക് സമയമെടുത്തു.
പക്ഷെ അന്ന് വെച്ചാൽ ദേ നീഡ് സമ്മൺ ടു ഓപ്പൺ അപ്പ്. അവരിപ്പോൾ ഒരു പുറത്ത് ഇപ്പോൾ ഒരു ഇതായത് കണ്ടാൽ അവര് വീക്കായിട്ടാണ് പിന്നെ ആൾക്കാർ കാണുക. അവൻ കിടന്ന് മോങ്ങുന്നൊരു ചെക്കൻ എന്തെങ്കിലും പെണ്ണിട്ട് പോയെന്ന് പറഞ്ഞാൽ അവിടെ കിടന്ന് മോങ്ങിക്കൊണ്ടിരിക്കണമെന്നുള്ള ആ ഒരു ഡയലോഗ് വരും. അത് ഫ്രണ്ട്സിൻ്റെ ഇടയ്ക്കാണെങ്കിലും വരും. അപ്പം അതത്ര റിലേഷൻഷിപ്സ് സീരിയസ് ആയി എടുക്കാത്തവർക്ക് അത് കുഴപ്പമില്ല, ഈ പെണ്ണല്ലെങ്കിൽ അടുത്ത പെണ്ണെന്നുള്ള മോഡിലേക്ക് അവർ പോവും. ബട്ട് ദെൻ സീരിയസ് ആയിട്ട് വൺസ് ഇൻ എ വൈലെങ്കിലും സീരിയസ് ആയിട്ട് ഇരുന്ന ഒരാൾക്ക് ഇത് കിട്ടുമ്പോൾ നമ്മൾ വിചാരിക്കും ഇവൻ എന്തിനാണോ ഇത് കിട്ടിയെന്ന് വിചാരിക്കില്ല. ലൈക്ക് ഇത്രയും സീരിയസ് ആയിട്ട് ഇവൻ എന്തിനാണോ ഈ പണി കിട്ടിയത്, എവിടെ നിന്നാണോ ഈ പണിയൊക്കെ വരുന്നവരെന്ന് ആലോചിക്കില്ലേ. സോ ഓൾ ദാറ്റ് ഹാപ്പൻ. പിന്നെ അതിൻ്റെ പിന്നിലത്തെ എന്തുകൊണ്ടാണ് ബ്രേക്കപ്പ് ആയത്, തേപ്പ് കഥകളുടെ സ്റ്റോറീസ് ഇതെല്ലാം വന്നു. സോ ഞാൻ കുറേ കേട്ടിരിക്കുന്ന ആളാണ്, ഞാൻ അങ്ങനെ കേട്ടിരിക്കും കുറേയൊക്കെ. ഐ ട്രൈ ടു ലൈക്ക് ഹെൽപ്പ് ഔട്ട് മൈ ഫ്രണ്ട്സ്. ഇപ്പം ഫ്രണ്ട്സിനായിട്ട് ചോദിച്ചാൽ അറിയാം ഏത് പാതിരാത്രി വിളിച്ചാൽ ഞാൻ ഓടിയെത്തും. എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ ഇഫ് ഇറ്റ്സ് എ സീരിയസ് കേസ് ഞാൻ വിളിച്ച എളുപ്പുറത്തുണ്ട്. ഞാൻ അങ്ങനെ കാഷ്വാലിറ്റി എന്നെ കളിയാക്കും, നീ എന്തിനാ നടന്ന് ഓടുന്ന അങ്ങോട്ട്. ഞാൻ പറയും ദേ വോണ്ട് മീ, പക്ഷെ എനിക്ക് നോ പറയാൻ അറിയത്തില്ല ഒരു പരിധിക്ക് അപ്പുറം. അപ്പോൾ ഇതൊക്കെ ഇങ്ങനെ കേട്ടിരുന്നു. അങ്ങനെ ഐ സോ ദം വാട്ട് ദേ ഗോയിങ് ത്രൂ. ആ ഒരു ഹാലൂസിനേറ്റിംഗ് ഒരു ഫേസ് ഉണ്ട്, നമ്മൾ പൊട്ടിക്കരയുന്ന ഒരു ഫേസ് ഉണ്ട്, എല്ലാം തുറന്ന് പറയുന്ന ഒരു ഫേസ് ഉണ്ട്, ഓരോ ചെറിയ ചെറിയ കാര്യങ്ങൾ ഓർത്ത് വെക്കുന്ന ഒരു ഫേസ് ഉണ്ട്, എന്തൊക്കെ ചെയ്തെന്ന് പറയുന്ന ഒരു ഫേസ് ഉണ്ട്. ഞാൻ അവർക്ക് വേണ്ടി ഇത്രയും ചെറിയ ചെറിയ കാര്യങ്ങളായിരിക്കും ചിലപ്പോൾ, പക്ഷെ അതൊക്കെ ആണുങ്ങൾ ഓർത്ത് വെക്കുന്നത് ഇറ്റ്സ് എന്താ പറയുക അത്രയും സിൻസിയർ ആയിട്ട് ആ ഡീപ്ലി റിലേഷനിൽ ഇറങ്ങിയതിന് ശേഷമുള്ളതാണ് അവനത് ഓർത്ത് വെക്കുന്നത്. ഈ സാധാരണ രീതിയിൽ ഈ വിവാഹമോചനം ആയിക്കോട്ടെ, ബ്രേക്കപ്പ് ആയിക്കോട്ടെ, എപ്പോഴും പുരുഷൻ പ്രതിഭാഗത്തായിരിക്കും അല്ലേ. പക്ഷേ ഈ വാദി പ്രതി എന്ന് പറഞ്ഞ പോലെ നേരെ തിരിച്ചു പറയേണ്ടിയിരിക്കുന്നു. ഈ പ്രതിവാദിയാവെന്ന് പറഞ്ഞ പോലെ ഇതിനെ തിരിച്ചു പറയുന്ന അതിൻ്റെ മറുവശം സംസാരിക്കുന്ന അല്ലെ അപൂർവം ഫീമെയിൽ വോയിസിലൊന്നാണ് അനുലീസായിട്ട് മാറിയിട്ടുണ്ട്. ശരിക്കും ഈ തിരിച്ചറിവ് എവിടെയാണ് വരുന്നത്? ശരിക്കും ഇവനൊരു പക്ഷമുണ്ട്, ഇവൻ്റേതായിട്ടുള്ളൊരു ശരികളുണ്ട്. പലപ്പോഴും ഇത്തരം കേസുകളിൽ അത് പറയാറില്ല, പുരുഷപക്ഷം വരാറില്ല എന്നുള്ളത് അനുലിസിക്ക് പറയാൻ തുടങ്ങിയത് എപ്പോഴാണ്? രണ്ട് ഭാഗമുണ്ട്, ഇല്ല ഞാൻ പറയുന്നില്ല. പിന്നെ ഞാൻ ഈ പറയുന്ന കാര്യങ്ങളൊന്നും എല്ലാവർക്കും ആപ്ലിക്കബിളും അല്ല. അയാൾ പലരും എന്ന് പറയും അനു ഇത് എല്ലാവരും ഇതുപോലെ അല്ല എന്ന് പറയും. ഇപ്പം ഗേൾസ് ആണെങ്കിലും വന്ന് എനിക്ക് കുറേ ഗേൾസ് ചിലപ്പോൾ കുറച്ച് ഹേറ്റ് മെസ്സേജ് വരാറുണ്ട് എനിക്ക്. താൻ എന്താണ് ടോക്സിക് ആയിട്ടുള്ള ബോയ്സിനെ താൻ സപ്പോർട്ട് ചെയ്യാൻ തോന്നുന്നുണ്ട്. അപ്പോൾ അത് ഞാൻ എല്ലാവരെയും ജനറലൈസ് ചെയ്യുന്നതല്ല, പക്ഷേ ആ വീഡിയോസ് എനിക്കിപ്പോൾ വീഡിയോസിൽ കൃത്യമായിട്ട് പറയാൻ പറ്റില്ല 50% ആൾക്കാർ അല്ലെങ്കിൽ 10% ആൾക്കാർ. ഇറ്റ് ഈസ് എ കണ്ടന്റ് എൻഡ് ഓഫ് ദ ഡേ. ആ കണ്ടന്റ് ആർക്കൊക്കെ റിലേറ്റ് ആയി പോകുന്നു എന്നുള്ളതേ ഉള്ളൂ. അല്ലാതെ ആ കണ്ടന്റ് ആർക്ക് റിലേറ്റ് ആവുന്നു, അല്ലെങ്കിൽ ജസ്റ്റ് സ്ക്രോൾ ചെയ്ത് പോവാ, വേറെ എന്തെങ്കിലും കണ്ടന്റ് കാണാമല്ലോ എൻ്റെ അകത്ത് അങ്ങനെ. അപ്പം കുറേ ഹെയ്റ്റ് മെസ്സേജ് വരാറുണ്ട്. അപ്പം എന്ന് വെച്ചാൽ ഗേൾസും ഫേസ് ചെയ്യുന്നവരുണ്ട്, കുറേ പേരുണ്ട്. ഇപ്പം UAയിലാണെങ്കിലും ഇപ്പം റീസെൻ്റ്ലി ഒരു 3-4 ആത്മഹത്യ കേസ് വന്നതൊക്കെ ഈ സ്ത്രീധനത്തിൻ്റെ പേരിലുള്ള അബ്യൂസ് അല്ലെങ്കിൽ ഫിസിക്കൽ ആൻഡ് മെന്റൽ അബ്യൂസ് അനുഭവിച്ചിട്ട് ആത്മഹത്യ ചെയ്ത് അങ്ങനത്തെ കുറേ കേസുകളുണ്ട്. അപ്പം ഞാൻ പറയുന്ന എല്ലാ ആണുങ്ങൾക്കും അത് ആപ്ലിക്കബിൾ ആവണമെന്നില്ല. ദർ ആർ എ ലോട്ട് ഓഫ് ദ അതർ സൈഡ് ഓൾസോ ഇസ് ദർ ഉണ്ട്, അങ്ങനത്തെ ആൾക്കാരും ഉണ്ട്. പക്ഷേ ഞാനിത് ഈ ടോപ്പിക്കിൽ വരാൻ കാരണം എന്ന് വെച്ചാൽ കുറേ പേര് ഘോരം പെണ്ണുങ്ങൾക്ക് വേണ്ടി മാത്രം സംസാരിച്ച് പോകുന്നുണ്ട്. ഇപ്പം മീഡിയ കണ്ടാലും ഇൻക്ലൂഡിങ് ഓൾ ദ മീഡിയാസ്, ഞാൻ ഇങ്ങനെ ഒരു സ്പെസിഫിക് മീഡിയ എന്നല്ല പറയുന്നത്, എല്ലാ മീഡിയയിലും നമ്മൾ കണ്ടാലും അറിയാം വുമൺ എംപവർമെൻറ്റ് എന്ന് പറഞ്ഞൊരു സംഭവം. വുമൺ എംപവർമെൻറ്റ് പണ്ട് ജോലിയില്ലാത്ത സ്ത്രീകളെ അല്ലെങ്കിൽ എന്താ പറയുക കുറച്ചും കൂടി ഒരു ഇൻട്രോവേർട്ട് ആയിട്ടുള്ള ആൾക്കാരെ മുന്നോട്ട് കൊണ്ടുവരാൻ വേണ്ടിയുള്ള സംഭവമായിരുന്നത് ഇനീഷ്യലി. നൗ ഐ തിങ്ക് ഇറ്റ്സ് കൈൻഡ് ഓഫ് ഈക്വൽ. ആ ഒരു ഇക്വാലിറ്റി വന്നിപ്പം പെണ്ണുങ്ങളാണെങ്കിലും ആണുങ്ങളെക്കാളും കൂടുതൽ ഏൺ ചെയ്യുന്നവരുണ്ട് ഇപ്പോൾ. പക്ഷേ എന്നാലും ഇങ്ങനത്തെ കേസുകളൊക്കെ വരുമ്പോഴത്തേനും എൻഡ് ഓഫ് ദ ഡേ പറയുന്നത് അവളെ മാനസികമായിട്ട് പീഡിപ്പിച്ചിട്ടുണ്ടാവും, അങ്ങനെ ലൈക്ക് ഷീ വാസ് ഗോയിങ് ത്രൂ ലോട്ട് ഓഫ് തിങ്സ് എന്നുള്ളതാകുമ്പോൾ. പക്ഷെ ശരിയാണ്, ഗേൾസിനുള്ള ഇതുണ്ട്. ഈ എപ്പോഴും ശരിക്കും നേരത്തെ പറഞ്ഞ പോലെ ഇപ്പോൾ ഒരു ഒഴുക്കുണ്ട് ഇങ്ങോട്ട് അല്ലെ, ഒരു സ്ത്രീ അല്ലെങ്കിൽ അവരനുഭവിക്കുന്ന കാര്യങ്ങൾ പറയുമ്പോഴും കൾച്ചറലിലാന്ന് എനിക്ക് തോന്നുന്നു. അതല്ലാതെ ലീഗലി രണ്ട് ഭാഗത്തുള്ള ഈക്വൽ ഇതുണ്ട്. ഇപ്പം അലുമിനി ആണെങ്കിൽ പോലും അപ്പം ആണുങ്ങൾക്ക് അലുമിനി അപ്ലൈ ചെയ്യാനുള്ള ഇതുണ്ട്, ആപ്ലിക്കേഷൻ വെക്കാനുള്ള ഓപ്ഷൻ ഉണ്ട് ആക്ച്വലി. പക്ഷെ അതിനെപ്പറ്റി അധികം ആർക്കും അറിയത്തില്ല. കാരണം നമ്മുടെ ഒരു സൊസൈറ്റിയിലും കൾച്ചറിലും എപ്പോഴും ഡിവോഴ്സ് ആയ പെണ്ണിനുള്ള എമൗണ്ട് എന്നുള്ള ഇതിലാണ് എപ്പോഴും പോയിട്ടുള്ളത്. എനിക്കൊന്ന് ഇപ്പോഴൊക്കെയാണ് കുറച്ചും കൂടി ആണുങ്ങൾക്ക് അതിനെപ്പറ്റി അറിയുന്നതും. കാരണം ഇൻ കേസ് ഇപ്പോൾ പെണ്ണുങ്ങളാണ് ഇപ്പോൾ അധികം ഏൺ ചെയ്യുന്നതെങ്കിൽ
ആണുങ്ങൾക്ക് എന്താണ് ബേസിക്കലി ഇറ്റ്സ് ലൈക്ക് എ സ്പോസിനുള്ള സപ്പോർട്ടിനുള്ള ഒരു എമൗണ്ട് ആണത്. പക്ഷെ നമ്മുടെ സൊസൈറ്റിയിൽ അത് ഒരു ജീവനാംശം അല്ലേ, ഇത് എക്സ് വൈഫിന് കൊടുക്കണം എന്നുള്ള സംഭവമാണ്, ഒരു അവകാശമാണ് എന്നുള്ള രീതിയിലേക്കാണ് എടുക്കുന്നത്. അതിപ്പോ ഒരു ബിസിനസ് ആവുന്നുണ്ടോ? അതിപ്പോ ഒരു ബിസിനസ്സായി മാറ്റുന്നവരും ഉണ്ട്. ഞാനിപ്പോ റീസെന്റ് ഏതോ ഒരു UP-ൽ എങ്ങനെ നടന്ന കല്യാണത്തിന് കണ്ടത്, രണ്ടാമത്തെ മാരേജ് കഴിഞ്ഞ് ഡിവോഴ്സിൽ ഷീ വാസ് ആസ്കിങ് ഫോർ നിയർലി ലൈക്ക് 30 to 40 lakh. അപ്പോൾ ആ കോടതിയുടെ അവരിന് പറയുന്നുണ്ട് അതൊരു ഫൈനലി എന്തോ അപ്രൂവ് ആയില്ലെന്ന് തോന്നുന്നു. ഐ ഡോണ്ട് നോ ദ ആക്ച്വൽ എന്താ ബിഹൈൻഡ് ദ സ്റ്റോറി. പക്ഷെ എൻ്റെ ഫസ്റ്റ് ഡിവോഴ്സിൽ ഷീ ഓൾറെഡി ഗോട്ട് 30 something. സോ ഇറ്റ് ലൈക്ക് അതും ഒരു രീതിയാക്കി മാറ്റുന്നവരുണ്ട്. എനിക്ക് വേറെ ജോലിയില്ല, സോ യു ആർ സപ്പോസ് ടു സപ്പോർട്ട് മീ വിത്ത് എ സ്പെസിഫിക് എമൗണ്ട്. ആ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് എനിക്ക് വിടാൻ പറ്റില്ലെന്ന് പറഞ്ഞ്. അതുപോലെ പിന്നെ അതിന് പറയുന്ന ഒരു മറുവശം ഉള്ളതെന്ന് വെച്ചാൽ ഗേൾസിൻ്റെ ഒരു പോയിന്റ് നമ്മൾ മാരേജിൽ നിന്നപ്പോൾ അത്ര അനുഭവിച്ചിട്ടുണ്ട്. സോ ദിസ് ഇസ് ദ ഓൺലി പോയിന്റ് വേ വി ക്യാൻ ആസ്ക് ഹിം ബാക്ക് ഫോർ ദാറ്റ്. എന്ന് വെച്ച് അവൻ്റെ അപ്പനമ്മ ഉണ്ടാക്കിയത് അല്ലെങ്കിൽ അവനുണ്ടാക്കിയ കാശുകൾ പെട്ടെന്ന് ഒരു സുപ്രഭാതത്തിൽ അത്രയും വലിയൊരു എമൗണ്ട് ചോദിക്കുന്നത് ഐ ഡോണ്ട് നോ ടു വാട്ട് എക്സ്റ്റെന്റ് ഇറ്റ് ഈസ്. ഇപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ഈ എബ്രോഡൊക്കെ പ്രത്യേകിച്ച് ഇപ്പോൾ അല്ലേ യൂറോപ്യൻ കൺട്രീസിലൊക്കെ പോയി ചിലപ്പോൾ വൈഫിൻ്റെ അല്ലേ അവരായിരിക്കും ആദ്യം പോവുക, ചിലപ്പോൾ നേഴ്സായിട്ടും അല്ലെങ്കിൽ മറ്റു മെഡിക്കൽ ഫീൽഡിലൊക്കെ വർക്ക് ചെയ്യുന്നുണ്ടായിരിക്കും. അവർ ശരിക്കും അവരുടെ വിസയിലായിരിക്കും നമ്മൾ പോകുന്നുണ്ട്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് ചിലപ്പോൾ ജോബായിന്ന് വരില്ല അല്ലേ. ഇപ്പോൾ അവിടെ നിന്ന് കുറേ കഴിഞ്ഞിട്ട് ഡിവോഴ്സ് ആകുമ്പോൾ ഞങ്ങൾ പുരുഷന്മാർക്ക് ജീവിതാംശം കൂടി ചോദിക്കാൻ പറ്റുമോ? എത്ര വർഷം പോയി ഞങ്ങൾക്ക് ഇവിടെ ലക്ഷങ്ങൾ. ഐ വുഡ് സജസ്റ്റ് ലൈക്ക് ആ ഒരു ഇന്ത്യൻ ലോയിൽ ആണ് ഇതിപ്പോൾ ഉള്ളത്. എനിക്ക് തോന്നുന്നത് ഫോറിൻ ലോസ് എനിക്കറിയത്തില്ല. ഇന്ത്യൻ ലോയിൽ ഞാൻ കണ്ടുള്ളത് ആക്ച്വലി അതൊരു ഈക്വൽ ഓപ്ഷൻ ഉണ്ട്. ഹസ്ബൻഡിന് ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് ഇഫ് ദ വൈഫ് ഇസ് ഏർണിംഗ് മോർ. ഈ ഇപ്പൊ നേരത്തെ പറഞ്ഞു, ഇപ്പൊ എനിക്കൊന്ന് പലരും ചോദിക്കുന്നുണ്ടാവും നീ ആണാണോ എന്നൊരു സംശയം ഉണ്ടെന്ന് വരെ ഓപ്പറേ ചോദ്യം കേട്ടിട്ടുണ്ട് അല്ലേ. ഞാനും മോളല്ല അനുമോനാണ്. അനുമോനെന്ന് വിളിക്കും. അനുമോൻ ഇങ്ങോട്ടൊന്നും പറയും. അവിടെ ദുബായിലുള്ള എൻ്റെ ഇപ്പോൾ ക്ലോസ് ആയിട്ടുള്ള ഫ്രണ്ട്സ് നമ്മളധികം ഉള്ളത്. അപ്പം എനിക്കെന്ന് വെച്ചാൽ ഞാൻ ഈവനിങ് 6 മണിക്ക് ഓഫീസിൽ നിന്ന് എത്തിയാൽ ഞാൻ ഒറ്റ ഉറക്കം ഇറങ്ങിയിട്ട് രാത്രി ട്രാഫിക് കഴിയുമ്പോൾ ഞാൻ പുറത്തിടും. ഞാൻ ഫുഡ് കഴിക്കാൻ വേണ്ടി പിന്നെ ഞാൻ പുറത്തിടുന്നത്. അപ്പോൾ തന്നെ കഴിയുമ്പോൾ കളിക്കും അനുമോൻ ഇറങ്ങിയിട്ടുണ്ട്, ഫുഡ് കഴിക്കാൻ വേണ്ടി ഇറങ്ങിയിട്ടുണ്ട് അനുമോൻ. പിന്നെ എല്ലാം ഞങ്ങളെ കൊണ്ട് ഒന്നിച്ച് ഫുഡ് കഴിച്ചിട്ടൊക്കെ വരും. സോ ദേ ഡോണ്ട് ട്രീറ്റ് മീ ലൈക്ക് എ ഗേൾ ആസ് സച്ച്. അങ്ങനെ ഒരു വ്യത്യാസം വെച്ച് തന്നെ പെണ്ണാണ്, ഇവക്കിന് എക്സ്ട്രാ കെയർ വേണം, ഒറ്റയ്ക്ക് അങ്ങോട്ട് പോകല്, ഇത് ചെയ്യല്, എല്ലാത്തിനും സപ്പോർട്ട് ചെയ്യുക, അങ്ങനത്തെ ഒരു ഇതുമില്ല. ആൻഡ് ദാറ്റ് മേക്സ് മീ ഫീൽ മോർ ഈക്വലൈസ്ഡ് ആക്ച്വലി. സോ എനിക്ക് ഇൻ എ വേ ഇറ്റ്സ് ലൈക്ക് എ സേഫർ സൈഡ് ഫോർ മീ. കോഴിത്തറില്ലെന്ന് പറഞ്ഞാല് കഴിഞ്ഞ ദിവസം ഞാൻ എവിടെയോ വയനാട് കണ്ടപ്പോൾ ഒരു വീഡിയോ ഇട്ടപ്പം ഒരു പുള്ളി പറഞ്ഞു, എടോ താൻ എങ്ങനെയൊക്കെ ഡ്രസ്സപ്പ് ചെയ്താലും ഞങ്ങൾക്ക് ഒരു ബ്രദർലി ഫീലിംഗ് ആന്ന് പറഞ്ഞു. അതൊരു മോശമായിട്ടല്ല, കാരണം ബിക്കോസ് യു സപ്പോർട്ട് us so much. ഞാൻ പറഞ്ഞു അളിയ താങ്ക്സ് എ ലോട്ട്. അതെ. ഇപ്പം എനിക്ക് തോന്നുന്നു ഇപ്പം കുറേ കഴിഞ്ഞിട്ട് കുറേ നാളായിട്ട് കോൺടാക്റ്റില്ലാതെ കുറേ നാൾ ദുബായിലായിരുന്നു. അപ്പോൾ കുറേ നാൾ കഴിഞ്ഞിട്ട് അനുവിനെ കാണുമ്പോൾ പ്രകടമായിട്ടാണ് ചിലപ്പോൾ 2 മാറ്റങ്ങളായിരിക്കും. ഒന്ന് രൂപത്തിലേക്ക് മാറിയിട്ടുണ്ട്, രൂപവും ഭാവവും മാറിയിട്ടുണ്ട് അല്ലേ. ഞാൻ പറയും മറ്റേ കുരങ്ങിന്ന് മറ്റേ മനുഷ്യനെ മാറിയ പോലെ. എൻ്റെ ഒക്കെ ഞാനിവിടെ രാജഗിരിയിൽ MBA പഠിക്കുമ്പോൾ ഒക്കെ ഉള്ള കോലം കണ്ടാല് യു വോണ്ട് റെക്കഗ്നൈസ് ലൈക്ക് ഐ ലുക്ക് ലൈക്ക് എൻ ഏലിയൻ, ലിറ്ററൽ ഏലിയൻ. മേലിഞ്ഞുണങ്ങി എന്തോ കോലം ഇങ്ങനെ റിലേ കെട്ടാറുണ്ടോ ഫുൾ ടൈം ഇങ്ങനെ. അതിനുള്ളുണ്ട് കൃത്യമുണ്ട്. ഈ ഞാൻ പറഞ്ഞു വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് രൂപവും ഭാവം മാറിയിട്ടുണ്ടാവും, 2 അതിനേക്കാൾ ഉപരി അനു സംസാരിക്കുന്നതാണ്. ഞാൻ പറഞ്ഞു വന്നത് വിക്കുള്ളൊരു സമയത്തെക്കുറിച്ചുള്ള മാത്രമല്ല പറയുന്നത്, സംസാര ശൈലി, തത്വങ്ങൾ, കുറേ തിരിച്ചറിവുകൾ, അങ്ങനെ ആ ശൈലിയും മൊത്തത്തിൽ മാറി എന്നുള്ളൊരു ഉണ്ട്. ഒരുപാട് മാറ്റങ്ങൾ ഈ ഒരു കുറച്ച് നാളത്തെ കൊണ്ട് മാറിയുള്ളതാണ്. ശരിക്കും എന്തായിരുന്നു ശരിക്കും അത്? കോൺഫിഡൻസ് നല്ലോണം ബിൽഡായിട്ടുണ്ട് ഇൻ ഷോർട്ട് ഇഫ് ഐ സേ. കാരണം നമ്മള് ദുബായിലേക്ക് ഞാൻ മാറിയിട്ട് നാട്ടിൽ നമുക്ക് എന്തൊക്കെ ചെയ്താലും മലയാളി വീട് നമുക്ക് അടുത്ത ആക്സ് നമുക്ക് അറിയാം. പിന്നെ എൻ്റെ ആണെങ്കിൽ റൂട്ട്സും റിലേറ്റീവ്സും ഒക്കെ ഈ പാലാ മുതൽ കണ്ണൂരൊക്കെ കാസർഗോഡ് വരെ ഉള്ളത് കൊണ്ട് ഐ ഫീൽ സേഫ് ഹിയർ. ലൈക്ക് എവിടെ പോയാലും നമ്മുടെ കുടുംബക്കാരെല്ലാം ഉണ്ട് അവിടെ സമയമുള്ളത്. പക്ഷെ ദുബായിൽ നമുക്ക് ബേസ് ഇല്ല. എനിക്ക് എല്ലാവർക്കും കുടുംബക്കാരും ബന്ധുക്കാരൊക്കെ ഉണ്ടാകുന്നത്, എനിക്കങ്ങനെ ബന്ധുക്കാരില്ല അവിടെ. അപ്പം ബിൽഡ് ചെയ്തെല്ലാം ബേസിൽ നിന്ന് തന്നെ ഒരു സർവൈവലിന് വേണ്ടി കുറേ ഓടി നടന്നിട്ട് കുറേ പണിയെടുത്ത് ഫ്രീലാൻസ് വർക്ക് ആണെങ്കിലും അല്ലാതെ ഓഫീസിൽ വർക്ക് ആണെങ്കിലും എല്ലാം തന്നെ ബിൽഡ് ചെയ്യേണ്ട ഒരു സമയം വന്നു. എപ്പോഴും ഒരു സപ്പോർട്ടിങ് ആരും കാണത്തില്ല നമ്മൾ പറയത്തില്ലേ, എപ്പോഴും ആരും സപ്പോർട്ട് ചെയ്യാനൊന്നും കാണത്തൊന്നുമില്ല. ആഫ്റ്റർ പോയിന്റ് നിങ്ങൾ തന്നെ നിങ്ങളുടെ കാര്യങ്ങൾ നോക്കാൻ പറഞ്ഞ പോലെ. പിന്നെ ദുബായിലും കൂടെ ആയപ്പോഴത്തേനും ഓപ്പർച്യൂണിറ്റീസ് കുറേ ഉള്ളൊരു സ്പേസ് ആണ്. പക്ഷെ അതിനുവേണ്ടി മാർക്കറ്റിൽ ഇറങ്ങണം, പണിയെടുക്കണം എന്ന് പറഞ്ഞ പോലെ
അങ്ങനെ കുറെ ഇറങ്ങി കഴിഞ്ഞപ്പം നമ്മുടെ കോൺഫിഡൻസ് കുറച്ച് ബിൽഡ് ആയി തുടങ്ങി. പിന്നെ നാട്ടിലെ പോലെ ഇപ്പൊ വിക്ക് ഉണ്ടെങ്കിൽ കുറച്ചൊക്കെ ആൾക്കാർ ചിലപ്പം വിക്ക് ഉണ്ടെന്നൊക്കെ പറയുമല്ലോ, അവിടെ അങ്ങനത്തെ ഒരു സീനില്ല. എനിക്കാണ് കോംപ്ലക്സ്. അപ്പൊ ഞാൻ കൂടെ പറയും സാർ എനിക്ക് വിക്ക് ഉണ്ട്, അപ്പൊ എനിക്ക് ക്ലൈന്റ് മീറ്റിംഗ് പോകാൻ പറ്റില്ല. സോ ഈസ് ലൈക്ക് സോ വാട്ട് വിക്കല്ലേ വേറെ ഒന്നുമല്ലോന്ന് പറഞ്ഞു. നീ ഊമയൊന്നും അല്ലോന്ന് പറയാൻ പറ്റൂല എങ്ങനെയൊക്കെ, ഗോ ടോക്ക് ടു ദം എന്ന് പറഞ്ഞു. ആ ഒരു കോൺഫിഡൻസ് നമ്മുടെ ഒരു മാനേജർ നമുക്ക് കോൺഫിഡൻസ് വരുമ്പോൾ നമുക്കൊരു ഓക്കെ ഐ ക്യാൻ ഡു ഇറ്റ്. അത് ഒന്ന് പോയി കുറച്ച് വിക്കി കുറച്ച് ബെബ അടിച്ച് എന്തൊക്കെ മടത്തരം പറഞ്ഞു വന്നു. പിന്നെ നമ്മളെ തന്നെ വിട്ടപ്പോൾ എനിക്ക് മനസ്സിലായി ഓക്കെ ഹി ഈസ് ട്രൈങ് ടു ലൈക്ക് ഹെൽപ്പ് മീ ഔട്ട്. അത് പതുക്കെ ഗ്രാജുവലി പിടിച്ചേ പിന്നെ എനിക്ക് മനസ്സിലായി ഇത് ഈ മിണ്ടായിരിക്കുവാണെങ്കിൽ ഇതിപ്പോ എത്ര വെച്ചാൽ മിണ്ടായിരിക്കുക, ഇതിപ്പോ ജീവിതകാലം മൊത്തം എനിക്ക് വിക്കുണ്ട്, ഇത് പറ്റില്ല പറയാൻ പറ്റില്ലല്ലോ. അങ്ങനെ പിന്നെ ഗ്രാജുവലി ചെയ്തു തുടങ്ങി പിന്നെ കോൺഫിഡൻസ് ബിൽഡായി. പിന്നെ കൂടെയുള്ള നെറ്റ്വർക്കിംഗ് ആയാലും ഇപ്പം പാകിസ്ഥാനിലുള്ള ആൾക്കാരുണ്ട്, ഫോറിനേഴ്സ് ഉണ്ടാവും, എല്ലാവരും നമ്മളൊരു കൾച്ചറൊക്കെ കുറച്ച് മിക്സ് ആയി കഴിയുമ്പോഴത്തേനും നമ്മുടെ പണ്ട് തുടങ്ങിയുള്ള ഒരു സൊസൈറ്റിയിൽ കുറെ മിസ്കൺസെപ്ഷൻസ് ഒക്കെ ഉണ്ടല്ലോ, അതൊക്കെ കുറെയൊക്കെ മാറി തുടങ്ങി. നമ്മുടെ ഇൻസെക്യൂരിറ്റീസ് വെച്ച് നമ്മളെ ആൾക്കാർ ജഡ്ജ് ചെയ്യില്ല എന്നുള്ളൊരു കോൺഫിഡൻസ് വന്നു തുടങ്ങി. അപ്പം ഗ്രാജുവലി മാറി. ഇപ്പോഴാണ് ഫ്രണ്ട്സ് കൊണ്ട് പറയും നീ പണ്ടേ വായാടിയാ, പക്ഷെ ഞങ്ങൾ ഫ്രണ്ട്സിന് ഇടയ്ക്കാൻ സംസാരിക്കും, വിൽക്കാൽ ഞാൻ സംസാരിക്കും, നിങ്ങൾ കേട്ട് പോയാമെന്ന് ഞാൻ വേണ്ടി സംസാരിക്കുമായിരുന്നു. പക്ഷെ ഇപ്പോഴത്തെ രീതിയാലേ യു ടോക്കിംഗ് ഓൺ ലൈക്ക് നീ ഇൻസ്റ്റയിലൊക്കെ ഇത്ര സംസാരിക്കുന്ന പറയുമ്പോൾ ഞങ്ങൾക്ക് ആക്ച്വലി ലൈക്ക് വി ഫീൽ പ്രൗഡ് അബൌട്ട് യു ഫസ്റ്റ് ഓഫ് ഓൾ. കാരണം നീ അത്രയും മിണ്ടാറില്ലാന്നല്ലോ, ഇപ്പൊ നീ അത്രയും ആക്റ്റീവ് ആവുന്നു. അതുകൊണ്ട് ഈ നമ്മൾ ശരിക്കും നമ്മുടെ ഇൻസെക്യൂരിറ്റീസ് നമ്മൾ ശരിക്കും ഇതിൻ്റെ ഒരു തുടക്കം ചിലപ്പോൾ പക്ഷേ സ്കൂളിൽ നിന്നായിരിക്കാം എല്ലാവർക്കും അല്ലേ, ഈ കളിയാക്കില്ല. അപ്പോൾ ഇതെന്നുള്ളതല്ല, ഇപ്പം പലർക്കും പല രൂപത്തിൻ്റെയും അല്ലെങ്കിൽ അല്ലെ അവരുടെ ശൈലികളിലൊക്കെ കേട്ടിട്ടുണ്ടായിരിക്കും. അപ്പോൾ അത്തരത്തിൽ അനുവിന് ചിലപ്പോൾ ഏറ്റവും കൂടുതൽ കേൾക്കേണ്ടി വന്നിരിക്കുക വിക്കുള്ളതാണ്. അപ്പോൾ ഈ ബോധപൂർവമായിരിക്കില്ല ഇവർ പറയുന്നത്. പിള്ളേർ അവിടെ ഇന്നുണ്ടോ ചിലപ്പോൾ ഇരട്ട പേരിട്ട് വിളിക്കും, എന്താണ് ഒരാൾ നോക്കിയാൽ കിട്ടുന്ന കാര്യം എന്ന് നോക്കിയുള്ളൂ. ശരിക്കും അനു എടുത്തായിരുന്ന രീതി എങ്ങനെയാണ് ശരിക്കും, അത് എങ്ങനെയാണ്? നല്ലോണം എനിക്ക് പെയിൻഫുൾ ആയിരുന്നു. ലൈക്ക് എന്താ പറയാ, കാരണം ഫുൾ സ്കൂളിൽ ഗുജറാത്തിൽ ഞാൻ പഠിച്ച സ്കൂളിൽ ഞാൻ വേറെ ആർക്കും കേട്ടിട്ടില്ല ഇങ്ങനത്തെ ഒരു സംഭവം ഉള്ളതായിട്ട്. ഞാൻ വിചാരിച്ചത് എന്തോ മാരകമായ രോഗമാണ്, ഞാൻ കുറച്ച് കഴിയുമ്പോൾ ചത്തു, ഞാൻ വിക്കി ശ്വാസം വിട്ട് ചാവുന്നൊക്കെയാണ് ഞാൻ വിചാരിച്ചോണ്ടിരുന്നത് ആക്ച്വലി. പിന്നെ പപ്പയമ്മ നല്ല സപ്പോർട്ടാണ്. പപ്പയമ്മ ലൈഡി EMS വരെ ഉണ്ടായിരുന്നൊക്കെയാണ് പറയും. ഞാൻ പറയും അത് കേൾക്കാൻ രസമുണ്ട്, പക്ഷെ EMS ഇപ്പം ഈ സ്കൂളിലല്ലോ, ഈ സ്കൂളിൽ പിള്ളേരെല്ലാം കളിയാക്കുന്നത് എന്നാന്ന് പറയുന്നത്. പിള്ളേർ കളിയാക്കുമ്പോൾ എന്തെങ്കിലും ടീച്ചേഴ്സ് ചോദ്യം ചോദിക്കുമ്പോൾ പെട്ടെന്ന് എണീറ്റ് ചെയ്യുമ്പോഴത്തേനും ടെൻഷൻ ഉള്ളപ്പോൾ ഇത് കൂടും. പിന്നെ നമ്മൾ ഓർത്ത് റിക്ലക്ട് ചെയ്ത് പറയുമ്പോൾ കൂടും. ഇതിന് മേലെ കട്ടിയുള്ള വേർഡ്സ് ഇപ്പം അങ്ങനത്തെ ഇത് പറയുമ്പോഴത്തേനും അതാണ് സ്റ്റാർട്ടിങ്ങിലെങ്കിൽ ബബ്ബടിച്ചെന്നെ ഇവിടെ ഹാർട്ട് ബീറ്റൊക്കെ ഹൈ ആയി ഞാൻ ഇങ്ങനെ ഫുള്ള് ഞരമ്പൊക്കെ പുറത്ത് അതുപോലെ വേർക്കുന്നുണ്ട് നിന്നിട്ട്. പിള്ളേർ കളിയാക്കുമ്പോൾ ഇതൊന്നുകൂടെയും കൂടും, ടെൻഷൻ സ്ട്രെസ്സും പിന്നെ ഒന്നുകൂടെയും കൂടും. എനിക്ക് കളിയാക്കുമ്പോൾ ഭയങ്കര ഇതായിരുന്നു. വീട്ടിൽ നിന്ന് കാര്യമായിരുന്നു, ഞാൻ ഇനി സ്കൂളിൽ പോകുന്നില്ല, ഞാൻ വീട്ടിൽ എക്സാമിന് വേണ്ടി മാത്രം പൊക്കോളാം, പിന്നെ പഠിക്കാൻ തന്നെ തോൽവി, അതുകൊണ്ട് മമ്മി അങ്ങനെ എങ്ങനെയും സ്കൂളിൽ കളിയാക്കുന്ന മൈൻഡ് ചെയ്യണ്ട, അവർ കളിയാക്കുന്ന പോലെ അല്ലല്ലോ, അതൊക്കെ മാറും. പിന്നെ പപ്പയ്ക്ക് വിക്കുണ്ടായിരുന്നു. അപ്പം പപ്പയ്ക്ക് ഒരു 10ാം ക്ലാസ് പപ്പയുടെ മാറിയതാണ് പപ്പ പറഞ്ഞു കേട്ടുള്ളത്. I was like 10ാം ക്ലാസ് കഴിയട്ടാ കാണിച്ചു തരാം, ഇതാണ് ടൈം, ഞാൻ ഒരു 3-4 വർഷം കൂടെ കഴിയട്ടില്ല എല്ലാத்தைയും കാണിച്ചു. നമ്മള് ശരിക്കും 10 കഴിഞ്ഞാൽ ഹോപ്പിലേക്കാണല്ലോ. പിന്നെ ഗ്രാജുവലി പിന്നെ പതുക്കെ പിന്നെ ഞാൻ പിന്നെ സ്കൂളിൽ പാട്ട് പാടാൻ വേണ്ടി എക്സ്പേർട്ട് ആയിരുന്നു. അപ്പൊ പിന്നെ സ്കൂളിൽ ഇന്റർ സ്കൂൾ കോമ്പറ്റീഷൻ ഒക്കെ എന്നെ വിട്ടോണ്ടിരുന്നത്. പിന്നെ അതിച്ചൊരു അഹങ്കാരം മാറി. നിങ്ങൾക്ക് എന്നെ പോലെ പാടാൻ പറ്റുമോ, നിങ്ങൾക്ക് എന്നെ കളിയാക്കാം, എനിക്ക് പാടാൻ പറ്റുമോ, ഞാൻ അങ്ങനെയാണെങ്കിൽ എന്നെ കോമ്പറ്റീഷൻ വന്ന പിന്നെ ആ സംഭവം പിടിച്ചു തുടങ്ങി. പിന്നെ പതുക്കെ ഈ ഇപ്പൊ മുമ്പേ കേട്ടുള്ള കാര്യമാണ് പറയാൻ വിക്കുണ്ട് സംസാരിക്കുമ്പോൾ, പക്ഷെ പാടും ഈ പ്രശ്നം വരില്ല എന്നുള്ളത്. അതായത് ഞാൻ പറയുന്നത് അനു പാടുന്ന ആളാ, പക്ഷെ ഞാൻ പറയുന്നത് പാടാൻ ചിലപ്പോൾ അറിയാത്തവരുണ്ടായിരിക്കാം, പക്ഷെ അവർ പാടും പ്രശ്നം. ഇതെന്താ അതിന്റെ ഒരു സംസാരിക്കുമ്പോൾ മാത്രമേ വിക്കത്തുള്ളൂ എന്നാ പറയുന്നത്. സംസാരിക്കുമ്പോഴാണ് നമ്മൾ ആ ഓരോരോ വേർഡ്സ് നമ്മൾ ബ്രേക്ക് ചെയ്ത് സംസാരിക്കുന്നത്. പാടുമ്പോ അതൊരു ടോണിലാണ് പോകുന്നത്. എന്നോട് പണ്ട് ആൾക്കാർ തന്നോണ്ടിരുന്ന ഐഡിയ ആയിരുന്നു, പാടുമ്പോൾ വിക്കാറില്ല കാര്യം ചെയ്യും, പാട്ട് പോലെ കാര്യങ്ങൾ ആലോചിച്ച് പറയാൻ. അത് ഞങ്ങൾക്ക് പറയാൻ പറ്റില്ല, എന്തൊക്കെയുണ്ട് വിശേഷം സുഖമാണോ എന്നൊക്കെ വെച്ച് ദാറ്റ് ഡിഡ്ന്റ് വർക്ക് ലൈക്ക് ദാറ്റ്. പക്ഷെ അങ്ങനെ പറയുമ്പോൾ വിൽക്കത്തില്ല ഓബ്വിയസ്ലി. പക്ഷെ എല്ലാം പാട്ട് പോലെ സംസാരിക്കാൻ പറ്റില്ലല്ലോ. സംസാരിക്കുന്ന തന്നെ അക്ഷരം മറ്റേ ബ്രേക്ക് തന്നെ എപ്പോഴെങ്കിലും സംസാരിക്കേണ്ട ഒരു സമയത്ത് പാട്ട് പോലെ പ്രസന്റ് ചെയ്തിട്ടുണ്ട് എപ്പോഴെങ്കിലും? കണ്ണാടി നോക്കി ഞാൻ പ്രാക്ടീസ് ചെയ്യാം. ഞാൻ നമ്മൾ വിക്കുള്ളവരൊക്കെ അവർക്ക് തരുന്ന കുറെ എക്സസൈസിൽ ഒരെണ്ണമാണ് കണ്ണാടിയിൽ നിന്ന് നോക്കി സംസാരിക്കാൻ പറയും. അത് ചെയ്യുമ്പോൾ ഞാൻ ഇടക്ക് നിറഞ്ഞു നോക്കി, സൗണ്ടഡ് സോ ഫണ്ണി. ഞാൻ പറഞ്ഞു വേണ്ട വെറുതെ, ഇനി അതിനും കൂടി ഇനി അടുത്ത കളിയാക്കൽ ഇറന്നു വാങ്ങാതിരിക്കാൻ ഭേദം. ഇപ്പൊ തന്നെ അത്യാവശ്യം
കളിയാക്കുന്നുണ്ട് ആൾക്കാർ. ഇനി അതും കൂടെ ആയിരുന്നു വാങ്ങണ്ട. സോ അന്ന് സ്കൂളിൽ പറഞ്ഞപ്പോ എടാ നിങ്ങൾ എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല, എൻ്റെ അത്ര പാടാൻ കഴിവുണ്ടോടാ നിനക്ക് എന്ന് ചോദിച്ചാ അനുവിന്റെ രണ്ടുപേരും പാട്ട് ഹിന്ദി പാടുന്നത് ഇഷ്ടമുള്ള പാടാം. അത് കഴിഞ്ഞിട്ട് മലയാളം കൂടെ മുമ്പിടിയാ മതി. होना तुम्हें है मेरा जितनी भी हो दूरियां फिलहाल है, ये दूरियां फिलहाल है. खैरियत पूछो कभी तो कैफियत पूछो, तुम्हारे बिन दीवाने का क्या हाल है. दिल मेरा देखो न मेरी हैसियत पूछो, तेरे बिन एक दिन जैसे 100 साल है. താങ്ക് യു. നോർമലി പോഡ്കാസ്റ്റ് അങ്ങനെ എനിക്ക് കുറവായിരുന്നു, ഒരു രക്ഷയില്ല ഇത്. ഇത് എവിടെ കയറി കയറി എനിക്ക് പാടാൻ ചാൻസ് തന്ന രോഹന് ഞാൻ നന്ദി രേഖപ്പെടുത്തുന്നു. അയ്യോ ഇത് ഞാൻ പാടുന്നറിയാം, അങ്ങനെ പാടാൻ കഴിവുന്നത്, പക്ഷെ ഒരു എക്സ്പെക്ടേഷന് മേലെ വിൽക്കുന്നവര് വേറെ രീതി പാടുന്ന കണ്ടോ. ഇത് ഭയങ്കര ഇതിന്റെ ഒരു ഭയങ്കരമായിട്ട് ക്യൂരിയസ് ആവുന്ന അവിടെ ഇത് എങ്ങനെ പറയൂ. കാരണം ഞാന് കുഞ്ഞിലെ മുതൽ ഞാൻ പള്ളിയിൽ ഞാൻ കൊയറിലുണ്ടായിരുന്നു. ഇപ്പൊ ഞാൻ കൊയറിൽ പാടുന്ന കുഞ്ഞിലെ മുതൽ ഞാൻ പള്ളിയിൽ കൊയറിൽ പാടുന്ന. പള്ളിയിൽ പാടുമ്പോ ഒരു കുഴപ്പമില്ല, പുറത്തിറങ്ങിയുള്ള എന്തെങ്കിലും ചോദിച്ചാൽ പിന്നെ വല്ല കള്ളത്തിനൊക്കെ പറയുമ്പോ ഉണ്ടല്ലോ ഒരു സെന്റൻസ് പോലും വേർഡ് വരത്തില്ല. മറ്റേ മൊത്തം നമ്മൾ ബിൽഡ് ചെയ്യണ്ടേ ട്രെയിൻ ചെയ്യാന്. എല്ലാം വിൽക്കും. ഇപ്പം പപ്പയമ്മ പെട്ടെന്ന് പോക്കും അനു സത്യം പറയാനും പിന്നെ ഇങ്ങനെ ഒരു ഇരിപ്പിരിക്കുമ്പോൾ ഈ ശരിക്കും ഇത്തരം ഇത് എപ്പോഴെങ്കിലും ഒരു റിലേഷൻഷിപ്പിലോ അല്ലെങ്കിൽ ഇനി ഒരു മാരേജിലോട്ട് കടക്കണം എന്നൊരു സമയത്തോട്ട് വരുന്നപ്പോൾ എവിടെയെങ്കിലും ഒരു ഇഷ്യൂ ആയിരുന്നോ? ട്രസ്റ്റ് ഇല്ല. അത് ഇങ്ങനത്തെ ഒരു കോൺഫിഡൻസിലോ അല്ലെങ്കിൽ ഇങ്ങനത്തെ വിക്കലൊന്നും കാര്യത്തിലൊന്നും ഒരിക്കലും അതൊരു പ്രശ്നം എനിക്ക് വന്നിട്ടില്ല. പക്ഷേ അതെന്നെ ലൈക്ക് എക്സ്പീരിയൻസ് നമ്മുടെ ബിൽഡ് ആവുമല്ലോ. ലൈക്ക് ലൈഫിൽ നമ്മൾ ഓരോന്നും ഫേസ് ചെയ്യുമ്പോൾ ഉള്ള എക്സ്പീരിയൻസ്, ആൾക്കാരെ പരിചയപ്പെടുമ്പോൾ എക്സ്പീരിയൻസ്, ആൾക്കാർക്ക് വേണ്ടി നമ്മളിപ്പോൾ എന്തൊക്കെ ചെയ്താലും നമുക്ക് റിട്ടേൺ കിട്ടുന്ന ഒരു അടിയിൽ നമുക്ക് മനസ്സിലാവും. എവ്രിവൺ ഇസ് നോട്ട് ദ സെയിം. ഇപ്പം ഞാൻ ചിലപ്പം ഇപ്പോൾ ഞാൻ ഇപ്പോൾ ഒരാളെ ഹെൽപ്പ് ചെയ്യുന്ന ചിലപ്പം നല്ലൊരു ഇന്റൻഷൻ വെച്ചിട്ടായിരിക്കാം, അയാൾ നന്നായി കാണാൻ വേണ്ടി ആയിരിക്കും നമ്മൾ ചിലപ്പോൾ പൂർണ്ണമായിട്ട് നമ്മൾ ചിലപ്പോൾ ചെയ്യുന്ന എന്തെങ്കിലും. ദെൻ ദ അതർ പേഴ്സൺ മൈറ്റ് ബി ജസ്റ്റ് യൂസിങ് മീ പ്യോർലി ഫോർ ദാറ്റ് പേർപ്പസ്. അത് കഴിയുമ്പോൾ ചിലപ്പോൾ നമുക്ക് കിട്ടുന്ന അടി നമുക്ക് ചിലപ്പം നമ്മൾ മനസ്സിൽ വിചാരിക്കാത്ത കാര്യമായിരിക്കും ചിലപ്പോൾ നമുക്ക് കിട്ടുന്നത്. അതിലൊന്നും ഇരുന്നു. പക്ഷെ ദെൻ അങ്ങനത്തെ 1-2 അടി കിട്ടി. ബട്ട് ദെൻ ഐ വാസ് ലൈക്ക് ഇറ്റ്സ് ഫൈൻ. എല്ലാവരും ഒരുപോലെ അല്ല ആ ഒരു സംഭവം. ലൈക്ക് എല്ലാവരും ഒരുപോലെ അല്ല എന്നുള്ള സംഭവമുണ്ടോ, അതൊക്കെ കിട്ടിയത് നമ്മൾ ലൈക്ക് വന്ന് സംസാരിച്ചു തുടങ്ങിയപ്പോൾ നമ്മൾ തുടക്കത്തിൽ പറഞ്ഞൊരു കാര്യമുണ്ട്. സോ അങ്ങനെ വന്ന് ഒരു കുട്ടിക്കാലത്തിൽ നിന്ന് ഇപ്പോൾ അനു എന്ത് പറയുന്നത് കേൾക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അനു ഇത് പറയണം, അനു ഇങ്ങനെയൊക്കെ പറയും എന്നൊക്കെ അല്ലേ കുറേ സാധനങ്ങൾ വരും. ചിലപ്പോൾ സജഷൻസ് ഒക്കെ വരും ഇൻബോക്സ്, DM ഒക്കെ അതെ അല്ലേ, എക്സ്പീരിയൻസ് ഒക്കെ ഇങ്ങനെയൊക്കെ ഉണ്ട് സംസാരിക്കണം. കാരണം ഇപ്പോൾ ഒരു പുരുഷപക്ഷം ചേർന്നിട്ട് ഒരു പുരുഷൻ സംസാരിക്കാനുള്ള അപ്പുറത്തേക്ക് ഒരു സ്ത്രീ സംസാരിക്കുമ്പോൾ കിട്ടുന്ന ഒരു വാല്യൂ ഉണ്ട്. കാരണം സ്ത്രീ വിഷയങ്ങളിൽ എപ്പോഴും പുരുഷന്മാർ സംസാരിക്കാറുണ്ട്, കാണാറുണ്ട്. പക്ഷെ പുരുഷന്മാരുടെ കാര്യത്തിൽ വരുമ്പോൾ സ്ത്രീ സംസാരിക്കുന്നത് പൊതുവെ കുറവാണ്. എന്തുകൊണ്ടാണ് അത്? എനിക്കൊന്ന് ബോയ്സ് ആക്ച്വലി ഓപ്പൺ അപ്പ് ആവാറില്ല അധികം. ലൈക്ക് പുരുഷന്മാർ അധികം അങ്ങനെ ഓപ്പൺ അപ്പ് ആവാറില്ല. കാരണം നമ്മുടെ ഒരു സൊസൈറ്റി കൾച്ചറൽ നോംസ് വെച്ചിട്ട് ഇപ്പോൾ ഒരു പൊട്ടിക്കരഞ്ഞൊരു ചെക്കനെ ഇപ്പോൾ ഒരാൾ സംസാരിക്കുമ്പോഴത്തേനും അവനെ വീക്കായിട്ട് കാണുന്ന ഒരു ടെൻഡൻസി ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നത്. എല്ലാവർക്കും അല്ലേ, അഗെയിൻ ഐ എം നോട്ട് സെയിങ് ഇറ്റ്സ് അബൌട്ട് എവ്രി വൺ, ബട്ട് സ്റ്റിൽ ഒരു പൊതുവെ ഉള്ളവരെന്ന് വെച്ചാൽ അവൻ വീക്കായിട്ടാണ് പിന്നെ അവനെ കാണുന്നത്. അവൻ പൊട്ടിക്കരഞ്ഞ് മോങ്ങിയിരിക്കുന്നുള്ള സംഭവമൊക്കെ ആയിട്ട്. പിന്നെ എപ്പോഴും ഈ പണ്ട് തുടങ്ങി വുമൺ എംപവർമെന്റ് ഉള്ള സംഭവത്തിൽ കുറേ പേര്, പിന്നെ കുറേ പേർക്കൊക്കെ അത് ഭയങ്കര ഒരു സോഷ്യൽ സ്റ്റാറ്റസ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. ഒരു വുമൺ എംപവർമെന്റിന് വേണ്ടി ഞാൻ വർക്ക് ചെയ്യുന്നു. കുറേ സെലിബ്രിറ്റീസും മീഡിയക്കാരും ഉണ്ട് അതിൽ, ഇല്ലെന്നില്ല. പക്ഷെ അവരിലൊക്കെ ആരൊക്കെ അത് ആക്ച്വൽ റിയൽ ലൈഫിൽ അവർ എത്രത്തോളം അതിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അവരുടെ വീട്ടിലെ സ്ത്രീകൾ അത്ര അവർ
സപ്പോർട്ട് ചെയ്തിട്ടുണ്ടോ ഐ ഡോണ്ട് നോ. ബട്ട് ദെൻ സ്റ്റിൽ ലൈക്ക് സംസാരിക്കുമ്പോൾ ആർക്കും എന്തും പറയാമെന്ന് പറഞ്ഞ പോലെ അങ്ങനെ പോകുന്നുണ്ട് കുറേ ഭാഗം. അപ്പം ഞാൻ ഇതിനെപ്പറ്റി ആക്ച്വലി ഞാൻ എൻ്റെ ഒരു ഫ്രണ്ട്സ് കുറച്ച് നാൾ ഫേസ് ചെയ്തപ്പോൾ ഞാൻ ഓണസ്റ്റ്ലി സ്പീക്കിംഗ് ഞാനിത് ഫസ്റ്റ് വീഡിയോ ഇട്ട് ഒരു ഫസ്റ്റ് 2 ദിവസമായിട്ട് വീഡിയോ ഇട്ട് തുടങ്ങിയെന്ന് വെച്ചാൽ അവർക്കിട്ട് കൊട്ടാൻ വേണ്ടി ഉണ്ടാക്കിയ വീഡിയോസ് ആയിരുന്നു, ഞാൻ പേര് പറയാതെ. പക്ഷേ പുരുഷപക്ഷം ചേർന്നിട്ട് പറഞ്ഞതല്ലായിരുന്നു, സപ്പോർട്ടിങ് മൈ ഫ്രണ്ട്സ്. ലൈക്ക് അവർ അനുഭവിച്ചോണ്ട് എനിക്ക് മറ്റേ നമുക്ക് മറ്റേ ചൊറിഞ്ഞു കിടന്നു റിസർച്ച് സമയത്ത് ഐ കുഡന്റ് സീ ദം ഗോ ത്രൂ. ദേ ഡോണ്ട് ഡിസേർവ് ഇറ്റ്. അവന്മാരെങ്ങനെ അവളെ നോക്കുന്നുള്ളത് നമുക്കറിയാം. സോ when I saw that I'm like dude why അതും അടാറ് തേപ്പൊക്കെ കിട്ടിയത്. And I'm like ഇങ്ങനെ കൂടുതൽ എങ്ങനെയുള്ള പറ്റിക്കാൻ പറ്റുന്ന സംഭവമില്ല. ലൈക്ക് when the person is like such pure heart with you, തനിക്ക് എങ്ങനെ ഇട്ടിട്ട് പോകാൻ തോന്നുന്നത്? ഇട്ടിട്ട് പോകുന്ന ഓക്കെ അറ്റ്ലീസ്റ്റ് പറഞ്ഞിട്ട് ലൈക്ക് ആ ഒരു ക്ലോഷർ എന്നുള്ളൊരു സംഭവം ഉണ്ടല്ലോ എല്ലാ ബോണ്ടിലുള്ള സംഭവമാണ്. ഈവൻ ഇഫ് അതിപ്പോൾ ഒരു ഫ്രണ്ട്ഷിപ്പ് ആണെങ്കിൽ പോലും ക്ലോഷർ ഇസ് സോ മച്ച് റിക്വയർഡ്. ക്ലോഷർ ഇല്ലാതെ മറ്റേ ഒരു കട്ടയ്ക്ക് പെട്ടെന്ന് ബ്ലോക്ക് ഔട്ട് ആവുന്നു മൊത്തത്തോടെ. ഇല്ല എനിക്ക് പറ്റില്ലെന്ന് പറഞ്ഞ് പോകുന്നു. ഐ എം ഫീലിംഗ് ഫോർ ദ അതർ പേഴ്സൺ മോർ എന്ന് പറഞ്ഞ് പോകുന്നു. ദാറ്റ് ഈസ് ലൈക്ക് ഗീവ് എ ക്ലോഷർ ടു ഹിം. കാരണം അതൊരു ക്ലോഷർ ഇല്ലാതെ പോകുമ്പോൾ ഉണ്ടല്ലോ മെന്റലി അത് ആർക്കും അറിയാത്തൊരു കാര്യമാണ്. മെന്റലി ഭയങ്കരമായിട്ട് അലട്ടും ഒരാളെ. ആള് ഡാർക്കസ്റ്റ് സോണിലാണ് പിന്നെ പോകുന്നത് ഭയങ്കരമായിട്ട്. കാരണം ഈ ഓർമ്മകളിൽ ഇങ്ങനെ ലൂപ്പിൽ നടക്കുക. പിന്നെ ഒരു മാസങ്ങളോളം ആ ഒരു നല്ല കുറേ മൂവ്മെന്റ്സ് ഷെയർ ചെയ്തത് ആർഗ്യുമെന്റ് ചെയ്തായിരിക്കും. പിന്നെ വെച്ചാൽ പിന്നെ ഫേസ് വന്ന് വെച്ചാൽ സ്വന്തം കുറ്റപ്പെടുത്താൻ തുടങ്ങും. ഞാൻ അന്ന് അവളെ അങ്ങനെ നോക്കിയിരുന്നെങ്കിൽ ചിലപ്പോൾ അവൾ എൻ്റെ ഒപ്പം ഉണ്ടായേനെ, ഞാൻ ചിലപ്പോൾ അവളോട് അങ്ങനെ അന്ന് പറഞ്ഞില്ലായിരുന്നെങ്കിൽ ചിലപ്പോൾ ദി ടേക്ക് ദാറ്റ് സെൽഫ് ബ്ലെയിം. ആ നിങ്ങൾ കൂടെയുള്ള ആൾ പോയതല്ലായിരിക്കും പിന്നെയുള്ള തെറ്റ്. ഞാൻ എൻ്റെ ഭാഗത്ത് തെറ്റ് കാരണമല്ല അവളൊന്ന് പോയെന്നുള്ള സംഭവം, അല്ലെങ്കിൽ അത് കാരണമല്ല അവൻ പോയത്, ഞാൻ അവനെ അങ്ങനെ നോക്കിയിരുന്നെങ്കിൽ ചിലപ്പോൾ നിന്നേനെ. ആ ഒരു സെൽഫ് ബ്ലെയിം വരും ആഫ്റ്റർ എ പോയിന്റ്. ദാറ്റ് കംസ് എ പാർട്ട് ഓഫ് ദിസ് മെന്റൽ പെയിൻ. ആ ഒരു പെയിൻ കൂടിക്കഴിയുമ്പോൾ ഉള്ള ഒരു സെൽഫ് ബ്ലെയിം വരുന്നത്. ഇതിൽ നോക്കിയ ഒരാളെ ഒരു ചെക്കനെ അവൻ്റെ കാരണം ഇത് ബോയ്സിനെ എഫക്ട് ചെയ്യുന്ന അവരുടെ വർക്ക് ലൈഫ് എഫക്ട് ചെയ്യും. ഗേൾസ് മെന്റൽ ട്രോമ വരാറുണ്ട് ഇല്ലെന്നില്ല. പക്ഷേ വി ആർ ബോൺ വിത്ത് മൾട്ടി ടാസ്കിങ് എൻഡ് ഓഫ് ദ ഡേ. നമുക്കിത് മാനേജ് ചെയ്യാൻ പറ്റും അറ്റ് സം പോയിന്റ്. ഇപ്പോൾ പീരിയഡ്സിൻ്റെ പെയിൻ ഉണ്ടെങ്കിൽ പോലും ഓഫീസിൽ പോയി നമ്മൾ പണിയെടുത്ത് മീറ്റിംഗ് ചെയ്ത് നമ്മൾ വരുന്ന ആൾക്കാരാണ്. ആ സെയിം ഇത് ചിലപ്പം ബോയ്സിന് ഉണ്ടാവില്ല. അപ്ലൈസ് ഇൻ ദിസ് മെന്റൽ പെയിൻ ആസ് വെൽ. ഇപ്പോൾ ബോയ്സിന് ഇപ്പം റോഹൻ ഇപ്പം മെന്റലി ഭയങ്കര ലോ ആണെങ്കിൽ റോഹന് ഷൂട്ടിന് പോകാൻ പറ്റില്ല, റോഹന് വീട്ടിൽ നിന്ന് ഇറങ്ങാൻ പറ്റില്ല. റോഹൻ വിൽ ഫീൽ സഫക്കേറ്റഡ്. ഒരു തുള്ളി വെള്ളം കുടിക്കുന്ന നിനക്ക് ഇവിടുന്ന് പോകുന്ന അറിയാൻ പറ്റും. അത്രയ്ക്ക് പെയിൻ്റെ വേരിയേഷൻസ് നിങ്ങളുടെ ബോഡി നിങ്ങൾക്ക് ഫീൽ ചെയ്യും. പക്ഷെ പറയുമ്പം ഗേൾസിന്റെ പീരിയഡ്സ് പെയിൻ ആണ് എപ്പോഴും പറയുന്നത്. ഇത് പറയുന്നില്ലെന്നുള്ളത്. അപ്പം ഞാൻ ആ ഒരു പോയിന്റ് ടാപ്പ് ചെയ്താണ് വീഡിയോ ഉണ്ടാക്കിയത്. ഒരു ഇനീഷ്യലി 1-2 വീഡിയോസ് ഞാൻ ചെയ്തിരുന്നത്. കാരണം പിന്നെ എൻ്റെ ഒരു കൂടെ ഉണ്ട് നമ്മുടെ ഒരു ഫ്രണ്ടിൻ്റെ അടുത്തുനിന്നും നമുക്കിങ്ങനെ ഒരു നെഗറ്റീവ് അപ്രോച്ച് കിട്ടിയപ്പോൾ തന്നെ എല്ലാം ഇപ്പം ഞാൻ അങ്ങനത്തെ 2-3 പോയിന്റ്സ് എടുത്താണ് ഞാൻ ഇനീഷ്യലി 2-3 വീഡിയോസ് ചെയ്തത്. ദെൻ ഐ സോ എ ഹ്യൂജ് സെറ്റ് ഓഫ് മെൻ കണക്ടിങ് വിത്ത് ഇറ്റ്. ആ കണ്ടന്റ് റിലേറ്റ് ചെയ്യാൻ തുടങ്ങി ഒത്തിരി പേര്. പിന്നെ എനിക്ക് കണ്ടന്റ് പിന്നെ ഞാൻ കുറേ ഓവർ ഹിയർ ചെയ്യുന്നല്ല. ഞാൻ മെട്രോയിലൊക്കെ പോകുമ്പോൾ ഞാൻ ഇങ്ങനെ പാട്ട് കേൾക്കത്തെ ഞാൻ ഇങ്ങനെ കേട്ടിരിക്കും ചുമ്മാ ആൾക്കാർ സംസാരിക്കുന്നു. ഭാര്യ ചിലപ്പോൾ ഇന്ത്യയിലായിരിക്കും, ഇവിടെയുള്ള ഗൾഫ് വിളിച്ച് വന്നിട്ടുണ്ട്, എടി ഞാൻ വന്നോണ്ടിരിക്കും, എൻ്റെ ഭാര്യ വിളിച്ചോണ്ട് ഇത് ഭാര്യ വിളിക്കും, ഞാൻ എടുക്കണ്ടേ, ഓഫീസിലേക്കല്ലേ വരുന്നത്, കമ്മിങ് ദെയർ റൈറ്റ് ഇങ്ങനത്തെ. അപ്പൊ ഞാൻ ചുമ്മാ കേട്ടോണ്ടിരിക്കുന്നു ഓരോരോ കാരണം മെട്രോയില് മെയിൻലി പലരും പല ലൈഫിന്റെ സ്റ്റോറീസ് പൊക്കോണ്ടിരിക്കുന്നല്ലേ. അപ്പൊ അതിനെ കേട്ടിരിക്കാൻ പറ്റും. അപ്പൊ ഞാനിങ്ങനെ ഗ്രാജുവലി പിന്നെ ഞാനിങ്ങനെ എൻ്റെ തന്നെ കൂടെയുള്ള ഫ്രണ്ട്സിന്റെ കുറച്ച് ഇപ്പം റിലേഷൻഷിപ്സിന്റെ ആയിക്കോട്ടെ, അല്ലെങ്കിൽ അവരുടെ ഫുഡിന്റെ പ്രിഫറൻസ് ആയിക്കോട്ടെ, അങ്ങനത്തെ കുറച്ച് കണ്ടന്റ്സ് പിന്നെ ഞാൻ എടുത്തെടുത്ത് തുടങ്ങി. ലൈക്ക് ഇപ്പം ആണുങ്ങൾക്ക് ഇപ്പം എന്താണ് ഫുഡ് കഴിക്കാൻ ഇഷ്ടം എന്താന്ന് ചോദിച്ചാൽ ഇപ്പം ഞാൻ റോനും പുറത്തു പോകണമെങ്കിൽ യു മൈറ്റ് ബി ആസ്കിങ് മീ എന്താ വേണ്ടെന്ന് ചോദിക്കും. If I ask you back the same thing, you won't answer me. അനുൻ എന്ത് കഴിക്കുന്നു എന്തായാലും കുഴപ്പമില്ല, ആ സംഭവം വരും. റോഹൻ പറയാം പാസ്ത കഴിക്കാൻ പാസ്ത വേണ്ടോന്ന് പറയാൻ തിരിച്ചു. എൻ്റെ ഉണ്ടോ ഇല്ല പാസ്ത വേണ്ട, വേറെ കഴിക്കാം. പിന്നെ എനിക്കിഷ്ടമുള്ള സാധനം റോഹന്റെ വായന്ന് വരുന്നവരെ ഞാൻ ഇങ്ങനെ അറിഞ്ഞോണ്ടിരിക്കും. ഇത് പ്രശ്നാ. ഇത് വന്നിരുന്നിട്ട് എന്താ വേണ്ട നീ പറ, ഇല്ല എന്തായാലും കുഴപ്പമില്ല അങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാ സാധനം പറ അല്ലേ. പക്ഷേ ഇഫ് ഐ എം സെയിങ് എടാ പൊറോട്ടയും ബീഫും കഴിക്കാം, ഏതൊരു ഒരു തട്ടുകടയിൽ പോകാന്ന് പറഞ്ഞാൽ റോഹന്റെ ഫേസിൽ ഒരു സ്പാർക്ക് വരും.
ഇതാണ് ഇത് സെറ്റ് ഇതിൽ കഴിക്കാന്നുള്ള സംഭവം വരില്ലേ. അപ്പൊ ഞാൻ അപ്പൊ അങ്ങനത്തെ കുറച്ച് കണ്ടൻസ് ലൈക്ക് ചെറിയ ചെറിയ ബോയ്സിന് മെന്റലി ഇതൊക്കെ മെന്റൽ പെയിൻ അല്ല, ബട്ട് ദെൻ ആ ഒരു ക്യാരക്ടർ ഭാഗം കാണിക്കുന്ന കുറച്ച് പോയിന്റ്സ് ഇങ്ങനെ ടാപ്പ് ചെയ്ത് തുടങ്ങിയപ്പോൾ അതിന് റിലേറ്റ് ചെയ്ത് തുടങ്ങി കുറെ പേര്. സോ ദെൻ ഗ്രാജുവലി ഞാൻ അതിലേക്ക് തന്നെ പിടിച്ചു തുടങ്ങി, ടോപ്പിക്കാണ് പിടിച്ചു തുടങ്ങി. ഇത് ഒരു സാഗരം പോലെയാ, ഇതിൽ കുറെ തേപ്പ് കഥകളുടെ സ്റ്റോറീസ് എനിക്ക് ഇങ്ങോട്ട് വരും, എനിക്ക് മെസ്സേജ് വരും, ഇതിനെ പറ്റി ഒരു കണ്ടന്റ് ഉണ്ടാക്കോ, എനിക്കൊന്ന് എടുത്ത അവക്ക് എനിക്കൊന്ന് അയക്കാൻ വേണ്ടിട്ടാ. ഞാൻ പറയാടാ നിങ്ങളുടെ വീട്ടിലെ വർഷത്തെ ഇത് എന്നെ കേട്ടിട്ടുള്ള വെറുതെ ഒരു പരിധി വരെയൊക്കെ എനിക്ക് ഔട്ട്ലൈൻ പിടിക്കാം. പക്ഷെ പേരും കാര്യം അങ്ങനെ സ്ഥലത്തിന്റെ പേരും ആൾക്കാരുടെ പേരും എനിക്കെന്നപ്പോ പറയാൻ പാടില്ലല്ലോ. ഇല്ല ചേച്ചി കുഴപ്പമില്ല ചേച്ചി പറഞ്ഞതൊക്കെ. ഞാൻ പറഞ്ഞു ഇവിടെ ഒന്ന് ഞാൻ പറഞ്ഞു പുട്ടുകുത്തിക്കോ, പക്ഷെ അത് ഇവിടെ ഒന്ന് കുത്തല്ല, ഇവിടെ ഒന്ന് പുട്ടുകുത്തില്ല. ഈ നമ്മള് പല കോണ്ടന്റ് പറയുമ്പോഴും നമ്മൾ പലതും പറയാം റിലേറ്റബിൾ ആണെന്ന് പറയാം അല്ലെ. പക്ഷെ എനിക്കൊന്ന് അനു പറയുന്ന കോണ്ടന്റിൽ പറയാൻ പറ്റിയ ചിലപ്പോൾ പലരും പറഞ്ഞാവാ ഇതിന് ഞങ്ങൾക്ക് പറയാനുള്ളത് അല്ലെ, ഞങ്ങൾക്ക് വേണ്ടി പറഞ്ഞു എന്നുള്ളതാണ് കൂടുതൽ വരുന്നുണ്ടാവുക. അപ്പം പറഞ്ഞതിൽ പലർക്കും ഇതിന്റെ അനുഭവങ്ങൾ ഭയങ്കര കണക്ട് ചെയ്തിട്ടുണ്ടാവും. അപ്പൊ അങ്ങനെ അനുവിന് ഭയങ്കരമായിട്ട് ഓർത്ത് വെക്കുന്ന ഒന്ന് രണ്ട് ഒരു കമന്റ് എന്തായിരുന്നു ഇങ്ങനെ വന്ന് എഴുതി വന്നിട്ടുള്ളത്? കാരണം അവരുടെ അവസ്ഥയിൽ വന്നിട്ടുള്ളത് ഫുഡിന്റെ കാര്യം ഒന്ന്, ലൈക്ക് ഫുഡ് കഴിക്കുമ്പോ എന്താ കഴിക്കണമെന്ന് ചോദിക്കുന്ന സംഭവമാണ്. പിന്നെ വേറെ വെച്ചാൽ ബോയ്സ് വാഷ് ചെയ്യാൻ വേണ്ടി എടുത്തില്ല, നിങ്ങളിപ്പം പാന്റ് വാഷ് ചെയ്യായിരുന്നു, ഇപ്പം റൂമിൽ എങ്ങനെയൊക്കെ പോയാലും അലഞ്ഞ കിടപ്പുണ്ടായി, എത്ര ഓർഗനൈസ്ഡ് ആണെങ്കിലും ഒരു പരിധി വരെ ഏതാ വാഷ് ചെയ്യണമെന്നുള്ള അറിയുണ്ടാവില്ല. So I made a video about it, like ഇപ്പോൾ ജീൻസിൽ ബെൽറ്റ് ഇട്ടിട്ടുണ്ടെങ്കിൽ അത് വാഷ് ചെയ്യാനുള്ളതല്ല. It would be reused. ബെൽറ്റ് ഇല്ലാത്തതാണ് റോൾ ചെയ്തൊക്കെ വെച്ചിരിക്കുകയാണെങ്കിൽ അത് വാഷ് ചെയ്യാനുള്ള സാധനമാണ്. സോ ഫോർ യു ഗൈസ്, നിങ്ങളിപ്പോൾ ഇത് വീണ്ടും യൂസ് ചെയ്യുന്ന പാൻറ് ആണെങ്കിൽ ഇപ്പോൾ റോളൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾ നേരെ ആക്കിയിട്ട് ബെൽറ്റോടെ അവിടെ ഇടും. ലൈക്ക് രണ്ടാമത് ഇടുമ്പോൾ ഉള്ളൊരു എളുപ്പത്തിന് വേണ്ടിയിട്ട് ആ ഒരു കണ്ടന്റ് ഭയങ്കര ഹിറ്റാണ്. അപ്പോൾ പറഞ്ഞ് എനിക്ക് വന്ന് പിന്നെ കുറെ ആൾക്കാർക്ക് ക്യൂരിയോസിറ്റി എന്ന് വെച്ചാൽ ആങ്ങളെ ആരാ തന്റെ, അതോ ഒന്നെങ്കിൽ തന്റെ ബോയ് ഫ്രണ്ട്, അല്ലെങ്കിൽ തന്റെ കെട്ടിയോൻ, അല്ലെങ്കിൽ തന്റെ ആങ്ങള. ഇത് മൂന്നിൽ ആരോ ഉണ്ട്. And they are like so close to you, like you're observing them. They talk to you about everything. അപ്പൊ ഞാൻ ഒന്നും മിണ്ടത്തില്ല, ഞാൻ റിപ്ലൈ അയക്കത്തില്ല, കാരണം വേണ്ടത് പറയണമെന്നുള്ളതില്ല. ലൈക്ക് എൻ്റെ ഒരു പേഴ്സണൽ ലൈക്ക് ലൈഫ് എനിക്ക് ആ സോഷ്യലായിട്ട് എനിക്ക് മിക്സ് ചെയ്യണം. സോ ഐ വാസ് ലൈക്ക് കീപ് ഇറ്റ് അസൈഡ്. ബട്ട് ദെൻ ചെറിയ ചെറിയ കാര്യങ്ങൾ ആക്ച്വലി ഒബ്സർവ് ചെയ്താൽ ചെറിയ ചെറിയ കാര്യങ്ങളുള്ളൂ ആക്ച്വലി. പക്ഷേ ഈ ചോദ്യത്തിൽ വ്യക്തമുണ്ട്, ഇപ്പോൾ ഒരു സ്ത്രീ പുരുഷനെ അറിയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു അപ്പനിലൂടെ, പിന്നീട് അല്ലെ ഒരു റിലേഷൻഷിപ്പ് ബോയ് ഫ്രണ്ടിലൂടെ, ഭർത്താവിലൂടെ, മകനിലൂടെ അല്ലെ, ഇതാണ് എൻ്റെ ഘട്ടം എന്നുള്ള സംഭവം. ഇതിലിപ്പോൾ ആങ്ങളില്ല അല്ലെ, ബ്രദർ ഇല്ല, ഇപ്പോൾ ഡിവോഴ്സ് ആണ് അൺഫോർച്ചുനേറ്റ്ലി. പക്ഷേ പിന്നെ ഒരു മകൻ എന്നുള്ള സ്റ്റേജിലോട്ട് വരില്ല, ആകപ്പം മാത്രം അവിടെ ഉണ്ടായിട്ടില്ല. അപ്പോൾ നമുക്ക് ശരിക്കും ഇങ്ങനെ എന്ത് വേണം, ഒരു ബോയ് ഫ്രണ്ട് എന്ത് വേണം, അല്ലെങ്കിൽ റിലേഷൻഷിപ്പിൽ എന്ത് വേണം എന്നുള്ളത് ശരിക്കും അപ്പനിലൂടെ ചിലപ്പോൾ കിട്ടുന്നത്, ചിലപ്പോൾ അമ്മയോട് കാണുന്ന പോലെ അത് മാത്രമേ അല്ലേ. അപ്പോൾ ശരിക്കും എവിടെ പാഠപുസ്തകം, എവിടെ എന്താ ടെക്സ്റ്റ് ബുക്കാനുണ്ട്? എൻ്റെ ഫ്രണ്ട്സാണ് എൻ്റെ കോർ ടെക്സ്റ്റ് ബുക്സ്. ലിറ്ററലി എൻ്റെ ഫ്രണ്ട്സാണ്. കാരണം വെച്ചാൽ എൻ്റെ ബോയ്സ് ആണ് എനിക്ക് അധികമുള്ള ഫ്രണ്ട്സ്. ഗേൾസ് ഉണ്ട്, പക്ഷെ വിരലുണ്ടാകുന്ന ഗേൾസുള്ള എനിക്ക് ഫ്രണ്ട്സ് ആയിട്ടുള്ള. അതിലെന്തൊരു കറുടിയിൽ സ്ട്രെസ് ചെയ്തോളൂ. സത്യമാണെങ്കിൽ വിരലുണ്ടാകുന്ന ഫ്രണ്ട്സ് ഗേൾസ് ഉള്ളൂ, അധികം ഇല്ല. ഐ ഡോണ്ട് കണക്ട് വിത്ത് ദം മച്ച് ബിക്കോസ് കുറേ പണി കിട്ടിയിട്ടുണ്ട്. ഇവിടെ പറഞ്ഞ കാര്യം അങ്ങനെ തിരിഞ്ഞു പറഞ്ഞ അവിടെ എത്താറിയില്ല. അങ്ങനെ കുറെ അവിയില് തിന്നേണ്ടി വന്നിട്ടുണ്ട്. ഏത് സർവേ എടുത്ത് നോക്കിയോ, ഫ്രണ്ട്ഷിപ്പ് ട്രസ്റ്റിംഗ് ബേസിൽ ആണുങ്ങളോട് പറയുന്നത് എവിടെയും പോകത്തില്ല. കാരണം യു ഗൈസ് ആർ നോട്ട് ലിസണിങ് ഹാഫ് ഓഫ് ദ തിങ്സ്. നിങ്ങൾ കേൾക്കത്തേ ഉള്ളൂ, പ്രോസസ് ചെയ്ത് പുറത്തുള്ള നിങ്ങൾ പ്രോസസ് ചെയ്യത്തില്ല. ബിക്കോസ് യു ഗെറ്റ് ഡിസ്ട്രാക്റ്റഡ് വിത്ത് മൾട്ടിപ്പിൾ തിങ്സ്. ഇപ്പൊ ഞാൻ പറഞ്ഞത് ഇപ്പൊ റോഹൻ കേൾക്കുന്നുണ്ടാവും, പുറത്തെങ്കിൽ റോഹനോട് എന്തെങ്കിലും ചോദിച്ചാൽ റോഹൻ ചിലപ്പോൾ ഓർമ്മ ഉണ്ടാവില്ല. കാരണം റോഹന്റെ മനസ്സിൽ ഷൂട്ടിന് പോകണം, അതിന്റെ സ്ക്രിപ്റ്റിന്റെ കാര്യങ്ങളായിരിക്കും. യുവർ ബ്രെയിൻ ഈസ് ഓക്യുപ്പൈഡ് വിത്ത് വൺ ഓഫ് ദ അതർ തിങ്. നിങ്ങൾ ഒന്നിലേക്ക് പൊക്കോണ്ടിരിക്കും. ഞങ്ങൾ അങ്ങനെയല്ല, ഞങ്ങൾ മറ്റേ വജ്രായുധമായിട്ട് ഞങ്ങൾ എടുത്തു നോക്കും. എന്നേലും ആയുധം പുറത്തിറക്കേണ്ടി വന്നാൽ പുറത്തിറക്കുമ്പോൾ മാത്രമല്ല, അതിൽ ഇച്ചിരി അല്ലെ, ഇച്ചിരി പെപ്പർ, ഇച്ചിരി മസാല, ഞങ്ങൾക്ക് കുക്കിംഗ് ഇഷ്ടമാണല്ലോ, ഞങ്ങൾ കുറച്ച് കുക്ക് ചെയ്യും, കുറച്ച് നന്നായിട്ട് അത് കുക്ക് ചെയ്ത് എടുക്കുന്നില്ല മാത്രം. പക്ഷെ അത് വരുന്ന ഡിഷ് വേറെ എന്തോ ഐറ്റായിട്ടുണ്ടാവും ഏറെക്കുറെ. അങ്ങനെ കുറച്ച് കൊട്ടിയിട്ടിട്ടുണ്ട്. പിന്നെ ബാക്കിയുള്ള ബോയ്സ്, ഇപ്പൊ ഞാൻ പറഞ്ഞ ബോയ്സ് എൻ്റെ കൂടെയുള്ള അധികം ഫ്രണ്ട്സ് ഉള്ളത്. പിന്നെ ഞാൻ ഇൻഫ്ലുവൻസർ മാർക്കറ്റിംഗ് ഞാൻ അവിടെ
ഹെയർ ഉണ്ട്. അപ്പം ഇൻഫ്ലുവൻസേഴ്സ് അധികം ബോയ്സ് ആണ് ഇൻഫ്ലുവൻസേഴ്സ്, മോഡൽസ് ഇൻഫ്ലുവൻസ് ഉള്ളത്. അപ്പം അപ്പോൾ ഇവിടെ നമ്മൾ കുറേ സംസാരിക്കും എപ്പോഴും. പിന്നെ വെച്ചാൽ എനിക്ക് ആളെ മനസ്സിലാക്കണം കുറച്ചും കൂടി, എന്നാലും എനിക്കൊരു ക്ലയൻറ്റിന് എനിക്ക് പിച്ച് ചെയ്യാൻ പറ്റത്തുള്ളൂ. പിന്നെ എനിക്കൊരു ഉറപ്പാണല്ലോ നമ്മൾ ക്ലയൻറ്റ് പിച്ച് ചെയ്യുമ്പോൾ ആ ഒരു ക്വാളിറ്റി കൊടുക്കുന്നുള്ള സംഭവം. സോ ഐ ഡു ഹാങ് ഔട്ട് വിത്ത് ദം മോർ. ഇപ്പോൾ ഒരു ഈവൻറ്റ് അറ്റൻഡിങ് ആയിരിക്കാം, അല്ലെങ്കിൽ നമ്മളിപ്പോൾ ഫുഡൊക്കെ എല്ലാം കൂടെ ജോയിൻ ചെയ്യാനുള്ള ചിലപ്പോൾ പോകുന്നുണ്ടാവും. അപ്പോൾ കുറേ എനിക്കിങ്ങനെ ഈ ഓവർ ഹിയറിംഗ് ഒരു അസുഖം ഉള്ളതുകൊണ്ടും പിന്നെ അതിനെ ഒബ്സർവ് ചെയ്യാം കുറേ. പിന്നെ എൻ്റെ ഡ്രസ്സിങ് ആണെങ്കിലും എനിക്ക് മെൻസ് വെയർ ഇടാൻ ഭയങ്കര ഇഷ്ടമാണ്. കാരണം ബാഗിയാണ്, ബോഡി ഫിറ്റ് അല്ല, ഷേപ്പ് എന്നുള്ള സംഭവം ഇല്ല, എപ്പോഴെങ്കിലും ഇടാം, എന്തെങ്കിലും ഇട്ട് പോവാം ആ സംഭവം. പക്ഷെ എത്നിക്കൽ ലൈക്ക് ഒരു പെണ്ണായിട്ട് പോകേണ്ട കോലത്തിൽ പോകേണ്ടടുത്ത് ഞാൻ പെണ്ണിന്റെ കോലത്തിൽ പോകും. ഞങ്ങൾക്ക് ബോയ്സിന് അല്ലെങ്കിൽ തന്നെ സെലക്ട് ചെയ്തെടുക്കാൻ വളരെ അപൂർവ സാധനമുള്ള ഒരു മുണ്ടുണ്ട്, ഷർട്ട് ഉണ്ട്, പാന്റ് ഉണ്ട്, കഴിഞ്ഞു അല്ലേ. നിങ്ങൾക്കാണെന്നുണ്ടെങ്കിൽ ഒരു 100 പരതരുണ്ട്. ഇനി നിങ്ങളത് ഞങ്ങൾക്കുള്ളത് കൂടി എടുത്തു തുടങ്ങി കഴിഞ്ഞാൽ ജീവിക്കേണ്ടി വരും, ഷോർട്സിൽ ജീവിക്കേണ്ടി വരും. പിന്നെ ബോയ്സിന് ഇപ്പൊ അവിടെയുള്ള ഫ്രണ്ട്സിന് കുറച്ച് പേർക്ക് ഈ മെൻസ് വെയറിന്റെ ഔട്ട്ലെറ്റ്സ് ഉള്ളവരുണ്ട്. അപ്പം ഞാൻ ഇടയ്ക്ക് എടുപ്പം എന്തെങ്കിലും എടാ അതെനിക്ക് തരുമോ, ഞാൻ എടുത്തോട്ടെ, ഞാൻ വാങ്ങിക്കോട്ടെ സംഭവമുണ്ട്. അപ്പൊ എന്തെങ്കിലും, കാരണം ഗേൾസിന്റെ എപ്പോഴും ഒരു കുറച്ചൊരു ഗേളി സ്റ്റഫ് ആയിരിക്കുമല്ലോ എപ്പോഴും ഉള്ളത് ഒബ്വിയസ്ലി. പക്ഷെ ആ കാര്യത്തില് കുറച്ചൊരു ബോൾഡ് ആയിട്ടുള്ള സംഭവങ്ങളൊക്കെ എനിക്ക് ഇഷ്ടമാണ്. എനിക്കൊരു കുറച്ചൊരു ബോൾഡ് ആയിട്ടുള്ള ഇപ്പൊ ഒരു കണ്ടന്റ് ഒക്കെ ഉള്ള ഹുഡി ടീഷർട്സ് ഒക്കെ എനിക്ക് ഇടാൻ ഇഷ്ടമാണ്. അപ്പൊ ഞാൻ അതൊക്കെ ഞാൻ പോയി പിക്കാക്കി ഇടും. പിന്നെ ഞാൻ എന്തെങ്കിലും വല്ല സാരിയോ ധാവണിയൊക്കെ ഇട്ടിറങ്ങുമ്പോഴത്തേനും പോലെ നിനക്കെന്താ വയ്യെന്ന് ചോദിക്കും. നീ എന്തിങ്ങനെ എവിടെ പോ അനുമോൻ എന്തെന്ന് അനുമോളോട്ട് ഇറങ്ങിക്കുന്നു ചോദിക്കും. അപ്പൊ ഇവനെ കളിയാക്കും. ഇവന്മാർക്ക് എന്നെ പെൺവേഴ്സ് കണ്ടാ ദീപിലേക്ക് നിനക്ക് വയ്യ എങ്ങോട്ടാണ് പോകുന്ന അനുമോനെന്ന് വെച്ചോണ്ട് കളിയാക്കുക തന്നെ. ബട്ട് അതൻ ശരിക്കും അനുവിന്റെ അടുത്ത് ചോദിക്കാൻ പറ്റാത്ത ഏറ്റവും ചോദ്യം എന്ന് പറയുന്നത് അവന് ശരിക്കും എവിടത്തുകാരാന്ന് ചോദിക്കുന്നതായിരിക്കും അല്ലേ. ചിലപ്പോ പറയുന്നുണ്ട് ഗുജറാത്ത് പറയുന്നുണ്ട്, ചിലപ്പോ പാലക്കാട് പറയുന്നുണ്ട്, പാല പറയുന്നുണ്ട്, ദുബായ് പറയുന്നുണ്ട് അല്ലെ, ആല് വരുന്നുണ്ട്. കേരളത്തിൽ എവിടെയും ബന്ധു അല്ലെ. സത്യത്തിൽ മറ്റേ കണ്ണൂര് മുതല് പാല വരെ റിലേറ്റീവ്സും ബന്ധുക്കാരും എല്ലാം സ്ട്രിക്റ്റ് ആണ്. അതുകൊണ്ട് റിലേഷൻഷിപ്പിലൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ടാവില്ല. എവിടെ പോയാലും ബന്ധുക്കൾ പിടിക്കും മുങ്ങിയ അതെ മാത്രം എന്നുള്ളത്. പക്ഷെ ഇപ്പൊ ആണെങ്കിൽ ഓൾറെഡി ഡിജിറ്റൽ പ്ലാറ്റ്ഫോം വന്നിട്ട് ഫേമസ് ആവുകയും ചെയ്തു അല്ലെ, അതും പണി വന്നു. ഈ റിലേഷൻഷിപ്പിന്റെ കേസ് പറഞ്ഞപ്പോഴാ ഈ കുഞ്ഞിലെ വലിച്ച് വൃത്തക്കട അതുകൊണ്ട് പറഞ്ഞ കേൾക്കലാന്ന് പറഞ്ഞുകൊണ്ട് പിന്നെ ആരും എന്നെ പറയാൻ വരാറില്ല. പിന്നെ എന്തെങ്കിലും പറഞ്ഞാൽ ഞാൻ എന്താ റിട്ടേൺ പറഞ്ഞ ഒരു പ്രതീക്ഷ അറിയത്തില്ലാത്തതുകൊണ്ട് ഞാൻ പിന്നെ എല്ലാം ഒരു ഫൺ മോഡിലങ്ങ് എടുത്തെടുത്ത് വിടും. ഞാൻ മറ്റേ സീരിയസ് കോൺവെർസേഷനിൽ മറ്റേ ഇരുന്ന് സംസാരിക്കാൻ പോകത്തില്ല. ലൈക്ക് വീട് എൻ്റെ ആൻറ്റി എന്തുവാന്ന് വെച്ചോണ്ട് ഞാൻ ഇതൊക്കെ രസമല്ല ലൈക്ക് ഇഫ് യു ഗീവ് മോർ ഇമ്പോർട്ടൻസ് ടു ഇറ്റ് ബാക്ക്, സീരിയസ് ആയിട്ട് നമ്മളെടുത്താൽ പിന്നെ അതൊരു കോൺട്രവേഴ്സി ആയി പോകും വീട്ടിലൊക്കെ. ഈ പലപ്പോഴും ഇപ്പോൾ വിവാഹങ്ങളിൽ വരുന്ന ഇഷ്യൂസുകളാണെങ്കിലും ഫിസിക്കൽ അസോൾട്ട് പരിപാടികളാണെങ്കിലും എപ്പോഴും പറയാറുണ്ട് ഭയങ്കരമായിട്ട് ശാരീരികമായിട്ട് ഉപദ്രവിച്ചു അല്ലെ, പുരുഷൻ സ്ത്രീയെ ഉപദ്രവിച്ചു, നമുക്കത് വ്യക്തമാവും അല്ലെ, പരിക്കുകളും പാടുകളും ഒക്കെ വ്യക്തമാവും. ഇതിനപ്പുറത്തേക്ക് പലപ്പോഴും പറയാതെ പോകുന്ന കാര്യമുണ്ട്, ഭയങ്കരമായിട്ട് മാനസികമായിട്ട് നമ്മളെ ചൂഷണം ചെയ്യുക അല്ലെങ്കിൽ പീഡിപ്പിക്കുക എന്നൊരു സംഭവമുണ്ട്. ഇതൊരു പക്ഷേ പുരുഷനും കൂടുതലായിട്ട് നേരിടേണ്ട സംഭവം വരും സ്ത്രീകളുടെ ഭാഗത്തുനിന്ന്. പലപ്പോഴും സംസാരിക്കാറില്ല വിഷയം അല്ലേ അല്ലേ അല്ലേ. അപ്പോൾ ഇത് പുറത്ത് വരുമ്പോൾ നമ്മുടെ പണ്ട് ഈ പോലീസ് സ്റ്റേഷനിലാണ് പറയുക ഇടിച്ചോ, പക്ഷേ ഇടിപ്പാട് പുറത്തേക്ക് വരുമെന്ന് പറയും. അപ്പോൾ ഇടിപ്പാട് വരുന്നതുകൊണ്ട് നമ്മൾ ശാരീരികമായിട്ട് ഉപദ്രവിക്കുന്നത് പുറത്ത് വരും. ഈ മാനസികമായിട്ട് അതിനേക്കാൾ പെയിൻ കിട്ടും, മെൻ്റലി കിട്ടുക എന്ന് പറയുന്നത് നമുക്കത് ബുദ്ധിമുട്ട് ഭയങ്കരമായിരിക്കും. ഇതിനെക്കുറിച്ച് പലപ്പോഴും സംസാരിക്കുന്നത് കണ്ടിട്ടില്ല. എന്ത് തോന്നുന്നു അനുവിനെ? ഇപ്പോൾ ബോയ്സ് ആയാലും ഇപ്പോൾ അടിക്കുന്നത് ഒരിക്കലും ഞാൻ സപ്പോർട്ട് ചെയ്യുന്ന കാര്യമില്ല. അതിപ്പോൾ ആണ് പെണ്ണിനാണെങ്കിലും പെണ്ണാണിനാണെങ്കിലും എന്ത് കാരണമാണെങ്കിലും ലൈക്ക് അറ്റ് സം ഇപ്പോൾ മെൻ്റലി ഹേർട്ട് ഇപ്പോൾ നിങ്ങൾ വാക്കുകളും കൊണ്ട് നമ്മൾ എത്ര ഹേർട്ട് ചെയ്യുന്ന വെച്ചുകൊണ്ട് കൈ പൊക്കുന്നത് ഒരിക്കലും ലൈക്ക് ഇറ്റ്സ് നോട്ട് എ സൊല്യൂഷൻ ടു എനിത്തിങ്. അപ്പോൾ അതുപോലെ പെണ്ണുങ്ങളെ അടിച്ചാണ് എപ്പോഴും വരുന്നത്, പക്ഷെ എന്തിനടിച്ചെന്നുള്ള സംഭവം വരില്ല അറ്റ് സം പോയിന്റ്. എപ്പോഴും ഈ എന്താ പറയുക ഡോറിയുടെ കാര്യത്തിൽ മാത്രം ബഹളം ഉണ്ടാക്കി അടിച്ച് രാവിലെ തുടങ്ങി വൈകിട്ട് വരെ ഇട്ട് കുത്തും അടിയും ബഹളമാണെന്നുള്ള സംഭവമല്ലല്ലോ. ദെർ ആർ കേസസ് ഇല്ലെന്നില്ല, പക്ഷേ ഞാൻ പറയുന്ന മേ ബി ഒരു 10% മാത്രം കൂട്ടിയാൽ മതി. ഓക്കെ, ഒരു 10% ആണുങ്ങൾ ചിലപ്പോൾ കൈ ഉയർത്തിയിട്ടുണ്ടാവുക, ഇങ്ങോട്ട് കിട്ടിയ അടി ചിലപ്പോൾ തടയാൻ വേണ്ടി ആയിരിക്കാം മേ ബി. വാട്ട് ഇഫ് എ പേഴ്സൺ ഇസ് കമ്മിങ് ടു ലൈക്ക് ഇപ്പം കത്തിയായിട്ട് ഇപ്പോൾ റോഹനായാലും കുത്താൻ വരുമ്പോൾ റോഹൻ ചിലപ്പം കൈ മടക്കി അടിക്കും അല്ലേ, അത് റോഹൻ്റെ ഒരു ഡിഫൻസ് ആണ്. പക്ഷേ റോഹന്റെ ഫിസിക്കലി ഹെൽത്ത് കുറച്ചും കൂടി ഇതായതുകൊണ്ട് ചിലപ്പോൾ അടിച്ച പാട് അവിടെ ഉണ്ടാവും. വാട്ട് ഇഫ് ദ പേഴ്സൺ ഇസ് ഗോയിങ് ആൻഡ് ഫൈലിംഗ് എ കംപ്ലൈന്റ് അഗെയിൻസ്റ്റ് യു, ദെൻ റീസൺ എന്തുകൊണ്ടെന്നുള്ളൊരു സംഭവം കത്തി റോഹനെ കുത്തിയോ ഇല്ല.
ഇപ്പൊ കുത്ത് വാങ്ങിയിട്ട് അടിക്കാൻ പോകുന്നേക്കാളും ഭേദമാണ് ഡിഫൻസ് വേണ്ടി ആയിരിക്കും ചിലപ്പോൾ അടിച്ചിട്ടുണ്ടാവുക. അപ്പം ഇത് എഗെയിൻ ഞാൻ പറഞ്ഞു, ഇതൊരു 10% മാത്രമാണ്. ഇങ്ങനത്തെ കേസുകൾ ഉണ്ട്. ലൈക്ക് പ്രൊവോക്ക് ചെയ്ത് പ്രശ്നങ്ങൾ ഉണ്ടായിട്ട് മുന്നോട്ട് പോകുന്നവരുണ്ട്. അതുപോലെ ഫിസിക്കലി ബോയ്സിനെ ഫിസിക്കലി അബ്യൂസ് ചെയ്യുന്ന പെണ്ണുങ്ങളുണ്ട്. ഇപ്പം എന്നല്ല, ലൈക്ക് റീസെൻ്റ്ലി ആൻഡ് ഓൾ ഐ നോ. സോ ദർ ആർ കേസസ് ലൈക്ക് ഫിസിക്കൽ അബ്യൂസിൽ കൂടെ പൊയ്ക്കൊണ്ടിരിക്കുന്ന ആമ്പിള്ളേരുണ്ട്. ബട്ട് ദെൻ ഫോർ ദ സേക്ക് ഓഫ് മെയിൻറ്റെയിൻ ആ ഒരു സോഷ്യൽ സ്റ്റേറ്റസും മാരേജ് ആയിപ്പോയി, അല്ലെങ്കിൽ ഇതിന് ആരും എനിക്കത് പുറത്താരും അറിയണ്ട, അതിനുവേണ്ടി മിണ്ടാണ്ടിരിക്കുന്ന കുറേ ആൾക്കാരുണ്ട് ഇപ്പോഴും. ബട്ട് ദെൻ ഐ തിങ്ക് ഇറ്റ്സ് ഹൈ ടൈം യു റേസ് യുവർ വോയിസ്. കാരണം തല്ലുകൊണ്ട് ചാവാൻ വേണ്ടി അല്ല ആരെ അങ്ങോട്ടും കൂടെ വിട്ടിട്ടുള്ളത് ആരുടെയും. ഇപ്പൊ അതിപ്പോ ആണായാലും പെണ്ണാണെങ്കിലും അടി കൊണ്ട് ജീവിക്കേണ്ട ആവശ്യമില്ല. ഇഫ് ദേ ആർ റേസിംഗ് ദ ഹാൻഡ്, അത് അതിനുള്ള സൊല്യൂഷൻ കണ്ടുപിടിക്കേണ്ട സമയമായി. അതല്ലാതെ അടി കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യുന്ന ഒരു കാലഘട്ടം മാറി. അത് പണ്ടായിരുന്നു. വേറൊരു വഴിയില്ലാത്തതുകൊണ്ട് നമ്മൾ അടി കൊണ്ട് നിന്നിട്ടുള്ള നമ്മുടെ കാരണന്മാരൊക്കെ ഉണ്ട്. കാരണം ജോലിയില്ല, ഇവിടുന്ന് ഇറങ്ങിപ്പോയാൽ വേറെ എവിടെയും പോകാനില്ലെന്നുള്ള സംഭവമില്ലേ. അതുകൊണ്ടൊക്കെ അടി കൊണ്ട് നിന്നിട്ടുള്ള അമ്മമാരുണ്ട് നമുക്കൊക്കെ. പക്ഷെ ആ ഒരു കാലഘട്ടം മാറി. ഇപ്പൊ വർക്കിംഗ് ആണ് എല്ലാവരും. ഇപ്പൊ ഇറങ്ങിയാലും അവർക്ക് ഇതൊരു എന്താ പറയാ, ആ ഒരു ഓപ്ഷൻ വ്യൂ ഉണ്ടെന്നുള്ള സംഭവം. ശരി, അടി എന്നുള്ളത് ഇപ്പോൾ ഒരു രീതിയിലും യോജിക്കാൻ പറ്റുന്ന കാര്യമില്ല. അത് ഉപദ്രവിക്കരുത്, ദേഹോപദ്രവം ശാരീരികമായിട്ടുള്ളത്. പക്ഷേ ഒപ്പം തന്നെ നമ്മൾ പലപ്പോഴും പറയാറുണ്ട്, നാക്ക് എന്ന് പറയുന്നത് കത്തിയേക്കാൾ മൂർച്ചയുള്ളതാണെന്നുള്ളത്, അല്ലേ? ഒരു പക്ഷെ ചിലപ്പോൾ നമുക്ക് കിട്ടുന്നൊരു അടിയോ ഇതോ ചിലപ്പോൾ അത് ഹീലായേക്കാം. പക്ഷെ വാക്കുകൊണ്ട് കിട്ടിയ സംഭവങ്ങൾ ജീവിതകാലം മുഴുവൻ നമുക്ക് കിട്ടുന്ന ട്രോമകൾ, അടി കിട്ടിയിട്ടുള്ള ട്രോമകളായിരിക്കും ചിലപ്പോൾ നമുക്ക് ഇതായിരിക്കും കൂടുതൽ ഉള്ളിൽ കിടക്കുന്ന സാധനം. അപ്പം അത് കുറച്ചുകൂടി ഡേഞ്ചറസ് അതല്ലേ പരിപാടി. ഇൻസെക്യൂരിറ്റി ബിൽഡ് ചെയ്യുന്നതായിട്ടോ അത്, ലൈക്ക് എസ്പെഷ്യലി വിത്ത് മെൻ. ലൈക്ക് ഐ എം നോട്ട് പോയിന്റിങ് ഇറ്റ് ഔട്ട് അഗൈൻ. ലൈക്ക് പക്ഷേ വെച്ചാൽ ഇപ്പം ഒരാണോട് ഇപ്പം എന്തെങ്കിലും ഇപ്പോൾ ഒരു കാര്യം പറയാം, എടാ നിന്നെക്കാളും ഭേദം അവനായിരുന്നു. ലൈക്ക് ഗേൾസിന് അത് ഫീൽ ആവില്ലെന്നല്ല, പക്ഷെ ഒരു മെയിൽ ഈഗോ അല്ലെങ്കിൽ ആ ഒരു പേഴ്സണാലിറ്റിക്ക് ഭയങ്കരമായിട്ട് ഒരു ഉള്ളിൽ ഹേർട്ട് ആവുന്ന സംഭവം അത്. ആൻഡ് യു വിൽ ബി വർക്കിംഗ് ടു ഗെറ്റ് ഇറ്റ് ദ അതർ വേ. അവനേക്കാളും ബെറ്റർ അല്ലെങ്കിൽ എന്താ പറയുക, ഭാര്യയുടെ മുന്നിൽ കുറച്ചും കൂടി വില ബിൽഡ് ചെയ്യണമെങ്കിൽ യു വിൽ ഹാവ് ടു കീപ്പ് ഓൺ പുഷിങ് യുവർ സെൽഫ് എന്നുള്ള സംഭവം വരും അറ്റ് സം പോയിന്റ്. അതുപോലെ ഇപ്പം എന്തെങ്കിലും ചെറിയ ചെറിയ കാര്യത്തിനായിരിക്കും നിന്നെ, അല്ലെങ്കിൽ എന്താ ഇതിട്ടാന്ന് നിന്നെ കാണാൻ ഭംഗിയില്ല, ഇതിട്ടാല് ഇതിൽ മറ്റിടുന്നതാണ് ഭംഗിയാൽപ്പം എന്നൊക്കെ പറയുമ്പോഴത്തേനും ഇൻസെക്യൂരിറ്റീസ്. കാരണം ബോയ്സ് അത്രയും അമ്മ കഴിഞ്ഞാൽ ആണുങ്ങൾക്ക് ക്ലോസ് ആയിട്ട് അങ്ങനെ കുറച്ചെന്താ പറയാ അഡ്വൈസ് ഒക്കെ കൺസിഡർ ചെയ്യുന്നത് നിങ്ങൾ ഭാര്യ അതല്ലെങ്കിൽ ഗേൾ ഫ്രണ്ടിന്റെ ആയിരിക്കും. അത് അത്രയും ഇമോഷണലി കണക്ട് ചെയ്യാൻ ശേഷം. അപ്പൊ അവരുടെ വായന അത്ര ഒരു മൂർച്ചയുള്ള വാക്ക് വരുമ്പോഴത്തേനും ഇറ്റ് സ്റ്റേസ് വിത്തിൻ യു. അത് പോവാൻ ബോയ്സിന് കുറച്ചും കൂടി പാടാണ്. ഗേൾസിന് ഉണ്ടാവും, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ നമ്മൾ യൂഷ്വലി ടാപ്പ് ചെയ്യാത്ത ഒരു ടോപ്പിക്കാണത്. ഈ സെയിം ഗേൾസിന് അനുഭവിക്കുന്ന വേദനയും കാര്യങ്ങളൊക്കെ മെന്റൽ പെയിനും ട്രോമ, ബൈപോളാർ, ഇതൊക്കെ ബോയ്സിനും വരുന്നതാ. ദേ ആർ ഓൾസോ ഹ്യൂമൻ, ദേ ഓൾസോ ഗോ ത്രൂ ദാറ്റ് സെയിം പെയിൻ. ശരിക്കും ഈ ബോയ്സിനും അല്ലെങ്കിൽ ഇവർക്ക് ആണുങ്ങൾക്കും ഇല്ലേ ഈ മൂഡ് സ്വിങ്സ്, അല്ലെങ്കിൽ അവരുടേതായിട്ടുള്ള മൈൻഡ്സ് അല്ല എപ്പോഴും ഒരേ അവസ്ഥയിലിരിക്കുന്നില്ല. പക്ഷെ എപ്പോഴും സംസാരിച്ചുകൊണ്ടിരിക്കുക സ്ത്രീകളുടെ മൂഡ് സ്വിങ്സിനെ പറ്റിയിട്ടും ഞങ്ങൾ അങ്ങനെ ആയതുകൊണ്ടാണ് ദേഷ്യപ്പെട്ടത്, ഞങ്ങൾ അതുകൊണ്ട് ഞങ്ങൾക്കത് പലപ്പോഴും അത്തരം പ്രയോഗങ്ങൾ ശരിക്കും അതൊരു പറഞ്ഞിട്ടുള്ള അതാണ് എപ്പോഴും. ഗേൾസിന് പീരിയഡ്സ് അല്ലെങ്കിൽ എന്താ പറയാ ആ ഒരു ഹോർമോൺ ചേഞ്ചസ് ഒക്കെ വരുമ്പോൾ ഉള്ള മൂഡ് സ്വിങ്സ് ആണ്. അല്ലെങ്കിൽ ഇപ്പൊ ഒരു പ്രഗ്നൻസി പീരിയഡിൽ വരുന്ന മൂഡ് സ്വിങ്സ്. പ്രഗ്നൻസി പീരിയഡിലെ മൂഡ് സ്വിങ്സ് ഹാൻഡിൽ ചെയ്യുന്ന ഹസ്ബൻഡിന്റെ അവസ്ഥ എന്താ അറിയാം. കാരണം ഹീൽ ബി കൺഫ്യൂസ്ഡ്. ഇവൾ ഇപ്പൊ ചെയ്യുന്ന ഫുഡ് അല്ല ഒരു 10 മിനിറ്റ് കഴിയുമ്പോൾ അവൾക്ക് പിന്നെ വേണ്ട വേറെ എന്തോ ഫുഡായിരിക്കും. മൂഡ് സ്വിങ്സ് ഹാൻഡിൽ ചെയ്യുന്ന ഒരു ആണിന്റെ മെന്റൽ അവസ്ഥയും ഏതാണ്ട് ഈക്വൽ ആണ്. സ്ട്രഗ്ലിംഗ് ടു ഫൈൻഡ് ഔട്ട് വാട്ട് ഷി ആക്ച്വലി നീഡ്സ്. നമ്മൾ അതനുസരിച്ചിട്ട് അന്യനും അമ്പിയും പ്രേമവും ഒക്കെ ആവേണ്ടി വരും അല്ലേ? മാറി 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 അതനുസരിച്ച് ബാലൻസ് ചെയ്യണ പോലെ നിൽക്കുന്നുണ്ട്. പക്ഷേ അതിനപ്പുറത്തേക്ക് ആ ഒരു ടൈം അത്ര സുഖകരമല്ല. കാരണം നമുക്കൊരു പല്ലുവേദന വന്നു, അല്ലെങ്കിൽ നമുക്കൊരു ചെറിയൊരു വേദന വന്നു, നമ്മൾ ഇറിറ്റേറ്റഡ് ആവണം, നമ്മളിത് മരുന്ന് കഴിച്ചത് മാറി, പെർമനൻറ്റ് സൊല്യൂഷനായി, പിന്നെ ഇത് വരില്ല എന്ന് പറയുന്നിടത്ത് എല്ലാ മാസവും ഇത് എക്സ്പെക്ട് ചെയ്തിരിക്കണം. ഒരു 5 to 7 days ഒക്കെ ഇതിൻ്റെ പീരിയഡ് സ്റ്റാർട്ട് ചെയ്യണം. ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്ത മാസം വീണ്ടും ഇത് വരെ തന്നെയാണ് ചെയ്യുന്നത്. അപ്പം അതത്ര സുഖകരമുള്ള കേസല്ല എന്നുള്ളത് അല്ലേ? നമുക്കൊരു വേദന വന്നത് മാറി, ഇതെങ്ങനെ മാറിയിട്ട് വേണം നമുക്ക് വേറെ എന്തെങ്കിലും കാര്യങ്ങൾ പോവാന്ന് ചിന്തിക്കുന്നിടത്ത് ഇതിനൊരു പെർമനന്റ് സൊല്യൂഷൻ ഇല്ല എന്ന് പറയുന്നത് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. പിന്നെ എനിക്കൊന്ന് ഇൻസ്റ്റ ഒക്കെ വന്നിട്ടൊക്കെയാന്ന് തോന്നുന്നു കുറച്ചും കൂടി വീഡിയോ കണ്ടക്ഷൻ ഒക്കെ വന്നേ പിന്നെ ബോയ്സ് ഗോട്ട് ദാറ്റ് ലൈക്ക്
ആ ഒരു ഐഡിയ കിട്ടി. പീരിയഡ്സ് ആകുമ്പോൾ കുറച്ച് ചോക്ലേറ്റ്സോ ഇഷ്ടമുള്ള കുറച്ച് ഫുഡ് ഐറ്റംസ് ഒക്കെ ഓർഡർ ചെയ്ത് വീട്ടിൽ എത്തിച്ചാലും മതി, മുന്നിൽ പോതിരുന്നാൽ മതി. മാനഹാനി അനാവശ്യമായ അടി അത് ഒഴിവാക്കാനുള്ള എന്നുവെച്ചാല് ഇറിറ്റേറ്റ് ആക്കാതിരിക്കുക, അങ്ങോട്ടൊന്നും പോയി ചോദിക്കാതിരിക്കുക അധികം. ലൈക്ക് ആ ഒരു പറയുന്ന ഒരു ഫ്ലോയിൽ പോയാൽ ചിലപ്പം യു വിൽ ബി ഫാർ മോർ സേഫർ ഐ വുഡ് സേ. ലൈക്ക് ഇപ്പോൾ എനിക്ക് ഈ കണ്ടന്റ് ക്രിയേഷൻ ഒക്കെ വന്ന പിന്നെ കുറേയൊക്കെ ആൾക്കാരെ മനസ്സിലാക്കുന്ന കുറേയൊക്കെ പോയിന്റ് വന്നു തുടങ്ങി, കുറച്ചൊക്കെ ഐഡിയാസ് മനസ്സിലായി തുടങ്ങി എന്താണ് ബോയ്സിന് ഒരിക്കലും വീട്ടിൽ നിന്ന് പറഞ്ഞ് അധികം കൊടുക്കുന്നുണ്ടാവില്ല ഒരു പെണ്ണിനെ എങ്ങനെ ഹാൻഡിൽ ചെയ്യണ്ടേ, ഇഫ് ഷീസ് യുവർ ഗേൾ ഫ്രണ്ട് അല്ലെങ്കിൽ ഇഫ് ഷീസ് യുവർ ഫ്രണ്ട്. പീരീഡ്സ് ടൈം ആണെന്നുള്ളത് പോലും, അല്ലെങ്കിൽ അതല്ല പറയുന്നത്, ഇപ്പൊ ആ സമയമാണെങ്കിൽ പോലും, അല്ലെങ്കിൽ ഈവൻ നമ്മളിപ്പോൾ എന്തെങ്കിലും പാഡോ കാര്യങ്ങൾ വാങ്ങണമെന്നുണ്ടെങ്കിൽ വരെ അത് കവർ ചെയ്ത് കൊണ്ടുവരിക, അതിനെക്കുറിച്ച് ബോയ്സിനോട് സംസാരിക്കാതിരിക്കുക. ഒരുപക്ഷെ സിസ്റ്ററിന് അങ്ങനെയാണെന്നുള്ളതെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ ചേച്ചിക്ക് അതാണെന്നുണ്ടെങ്കിൽ വരെ ബോയ്സിനോട് മക്കളുടെ കമ്മ്യൂണിറ്റി അതൊന്നുമില്ല എന്ന് പറഞ്ഞ് സ്കിപ്പായി വിടുന്ന ഏരിയയാണ്. കുറേ കൂടി ഇതിപ്പോഴും എനിക്കൊന്ന് ആ പാരൻസിന്റെ സൈഡിൽ നിന്ന് ഇപ്പോഴും മാറിയിട്ടുണ്ടെന്ന് തോന്നുന്നില്ല. സോഷ്യൽ മീഡിയയിൽ നിന്ന് കിട്ടുന്ന ഒരു അവയർനെസ് ആണ്. ഇൻസ്റ്റ ഫേസ്ബുക്കിന്റെ ഒരു വീഡിയോ കണ്ടന്റ് ക്രിയേഷൻ വന്ന പിന്നെ കുറേ ചേഞ്ചസ് വന്നിട്ടുണ്ട്. ലൈക്ക് മോർ നോർമൽ. ഇപ്പൊ ഒരു വീഡിയോയിൽ ഇപ്പൊ ഒരു സംഭവം കണ്ടുമ്പോൾ ഓക്കെ ദിസ് ഇസ് നോർമൽ. ഇപ്പൊ ഈ LGBT ഒക്കെ ഇതൊക്കെ പണ്ടും ഉണ്ടായിരുന്നു, അതിനെ കുറെ അബ്നോർമലായി കണ്ടിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ഇപ്പോൾ അത് കുറച്ചുകൂടി നോർമലൈസ് ആയി തുടങ്ങി. ദേ ആർ ഓൾസോ അപ്കമിങ് വിത്ത് ദെയർ ഓൺ ലൈക്ക് പ്രൊഫഷൻ ആയിക്കോട്ടെ, ആർട്ടിസ്റ്റ് ആയിക്കോട്ടെ, എല്ലാ ഇൻഡസ്ട്രിയിലും അവർ വന്നു തുടങ്ങിയപ്പോഴത്തേനും they are being accepted now. പറഞ്ഞു വന്ന കൂട്ടത്തിൽ നമ്മൾ റിലേഷൻഷിപ്പ് പറഞ്ഞ കൂട്ടത്തിൽ ഇപ്പോൾ നമ്മൾ കൊച്ചിൻ അല്ലെ സീപോർട്ടിൽ പോയ പോലെ കുറേ ഷിപ്പുകൾ കാണാൻ പറ്റും ഇപ്പോൾ. സിറ്റുവേഷൻഷിപ്പ്, നാനോഷിപ്പ്, ഷിപ്പ് അല്ലെ. അപ്പോൾ കപ്പലുകളുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുക. ഞാൻ നാനോഷിപ്പ് ഈ അടുത്ത് ഒരു ചാനൽ ഷോയിൽ സംസാരിക്കുന്നിടയ്ക്ക് ആ ആങ്കേഴ്സിന് അറിയുന്നില്ല. അപ്പോൾ കോളേജ് സ്റ്റുഡൻ്റ് ആണ്. അപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആങ്കർ ചോദിക്കുന്നുണ്ട് ഇതെന്താണ് നാനോഷിപ്പ് പുതിയ കേൾക്കുന്നത്. എനിക്കും അത് അപ്പോഴാണ് പുതിയത് കേൾക്കുന്നത്. അപ്പോൾ നാനോഷിപ്പ് കേട്ടായിരുന്നോ? പുതിയതാണോ? സിറ്റുവേഷൻഷിപ്പ് ആയിരുന്നു വരെ ഞാൻ ലാസ്റ്റ് എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നാനോഷിപ്പ് ഇപ്പോൾ അടുത്ത് കേട്ടത്. അപ്പോൾ അതായത് നമ്മുടെ മറ്റേ ഇത് സിമ്മുകളുടെ കേസ് പറഞ്ഞ പോലെ പറയേണ്ടി വരും എന്ന് പറഞ്ഞു. വലുത്, ചെറുത്, അതേപോലെ നാനോ ആണ് അതിലും ചെറുത്, ട്രിംഡ് വേർഷൻ. പെട്ടെന്ന് തോന്നുന്നൊരു ഇതിൽ ഒരു അട്രാക്ഷൻ, ഇൻഫാക്ച്വേഷൻ പരിപാടികളിൽ. സോ അതങ്ങനെ അങ്ങനെ കാണുന്നു, മീറ്റ് ചെയ്യുന്ന അല്ലേ. ആരാണ് ഈ മാമോദിസ് നടത്തുന്നത് എനിക്കറിയാം. ഇപ്പൊ നേരത്തെ LGBT കേസ് പറഞ്ഞ പോലെയാ, എല്ലാ കാലവും എല്ലാം ഉണ്ട്. ഇത് പുതിയതായി ഉത്ഭവിപ്പിക്കുന്നൊന്നുമല്ല, പക്ഷേ പേരുകളാണ് വരുന്നത് എന്നുള്ളത്. അപ്പൊ എല്ലാ കാലം ഇപ്പൊ നമ്മള് മറ്റേ ഈ സിറ്റുവേഷൻഷിപ്പ് ആണെങ്കിൽ മുമ്പ് സംഭവിച്ചിട്ടുണ്ട് അല്ലെ. പെട്ടെന്ന് തോന്നുകയാണെങ്കിലും ഈ അവിഹിതങ്ങൾ പറയുന്ന പോലെ തന്നെ സംഭവം. ഈ സിറ്റുവേഷൻഷിപ്പ് ഈസ് ഐ തിങ്ക് എല്ലാവരുടെയും റിലേഷൻഷിപ്പ് ഈസ് എ സിറ്റുവേഷൻഷിപ്പ്. വീട്ടില് മറ്റേ ജാതി മതത്തിന്റെ പ്രശ്നം വന്ന് ഒഴിവാകുന്നവര് ഇറ്റ് ഈസ് എ സിറ്റുവേഷൻഷിപ്പ് ഉള്ളി. നടക്കൂലെന്നല്ല, മറ്റേ കയ്യാലപ്പുറത്തെ തേങ്ങ പോലെയാണ് സംബന്ധിച്ച് നിൽക്കുന്നതല്ല. പക്ഷെ അത് അതിന് പറയുമ്പോഴും കമ്മിറ്റഡ് ആണ്, കമ്മിറ്റ്മെന്റ് എന്നൊക്കെ പറഞ്ഞിട്ടാണെങ്കിൽ പോലും കുറെ കഴിഞ്ഞ ഇഷ്ടങ്ങൾ മാറുന്ന സമയം മാറും. ഇത് തന്നെയാണ് മറ്റേത് പറയുന്നില്ല, ഇത് പറയുന്നു. അതിനെല്ലാത്തിനും ഇപ്പൊ ഒരു പേര് കൊടുത്തിട്ടുണ്ട്. എല്ലാത്തിനും ലൈക്ക് എല്ലാത്തിനും ഒരു ക്ലിയർ കട്ട് പേരുണ്ട്. പാൽമ ചോദിക്കാൻ പക്ഷെ കൺഫ്യൂഷൻ നിങ്ങൾ സിറ്റുവേഷനിലാണോ നാനോഷിപ്പിലാണെന്നൊക്കെ ചോദിക്കുമ്പോഴത്തേനും ആദ്യം അതൊന്ന് വിവരിക്കൂ. ഒന്നുമില്ല, മറ്റേ ജീവൻ തിരിച്ചിട്ട് എന്റെ മറ്റേതല്ലേ മറ്റേ മമ്മക്കയുടെ ഡയലോഗ് പറഞ്ഞ പോലെ 12 ആന അതിന് തൊട്ടിയെന്നവര് ഇനി ആ വഴിക്ക് ഞാനില്ല. ശരിക്കും ആന ശരിക്കും ഈ ചൂടുവെള്ളത്തിൽ വീണ പൂച്ചയാണ്. അപ്പൊ ചൂടുവെള്ളത്തിൽ പൂച്ച പച്ചവെള്ളം കണ്ടാലും പേടിക്കുന്നതാണ്. ആ വഴിക്കിനില്ല. ഇനി പച്ചവെള്ളം കിട്ടിയാലും വെറുതെ അവിടെ മറ്റേ വെള്ളം മറ്റേ ക്ലേസ് കണ്ടെത്താൻ ഞാൻ ആ വഴിക്ക് പോയി. ഞാൻ ശരിക്കും ഇത്രയും പുരുഷൻ സൈഡ് മനസ്സിലാക്കുന്ന, എനിക്ക് ആ ചോദ്യം ചോദിക്കാമോ എനിക്കറിയില്ല, പക്ഷേ പുരുഷൻ സൈഡ് മനസ്സിലാക്കുന്ന അറിയുന്ന ഒരാൾ പക്ഷെ ഒരു വിവാഹ ജീവിതത്തിൽ ഇപ്പോൾ ഡിവോഴ്സിലേക്ക് കിടക്കുന്നു. അപ്പം അപ്പുറത്തെ സൈഡ് കൂടി പലരും ചെയ്യാത്തൊരു കാര്യമാണ്. അപ്പുറത്തെ സൈഡും കൂടി അവനും കൂടി മനസ്സിലാക്കാൻ പറ്റിയാൽ, അവനെയോ അവളെയോ മനസ്സിലാക്കാൻ പറ്റിയാൽ തീരാവുന്നേ പല പ്രശ്നം നമ്മൾ പറയാറുണ്ട് അല്ലേ. അപ്പുറത്തെ സൈഡ് ചിന്തിക്കാം, പക്ഷെ ഇങ്ങനെയും ചിന്തിക്കാൻ പറ്റുന്ന ഒരാൾ. അപ്പോൾ എന്തുകൊണ്ട് ശരിക്കും ആ ഒരു തീരുമാനം വന്നത് മനസ്സിലാക്കിയത് കൊണ്ടായിരുന്നു. അതുകൊണ്ട് ലൈക്ക് അതിലൊരു റിഗ്രറ്റ് ഇല്ല. ഇപ്പൊ പുള്ളിക്കാണെങ്കിലും നല്ലൊരു ബെറ്റർ ജീവിതം ഇപ്പൊ മുന്നോട്ട് പോകുന്നു. ഐ ആം ഓൾസോ ഫീലിംഗ് ലൈക്ക് ബെറ്റർ. ലൈക്ക് നമ്മൾ ഒന്നിച്ചാണല്ലോ എല്ലാം ചേർന്ന് പോവാ. ഇപ്പൊ ചേരാത്തതിനെ നമ്മള് ബുദ്ധിമുട്ടി ചേർത്താൻ ആ ഒരു പോയിന്റ് എനിക്ക് മനസ്സിലായി, പുള്ളിക്ക് മനസ്സിലാക്കി കഴിഞ്ഞപ്പോഴാണ് നമ്മൾ പറഞ്ഞത് എടാ ഐ തിങ്ക്
ഇറ്റ്സ് ടൈം ലൈക്ക് വെറുതെ നിന്റെ സമയം കളഞ്ഞാണ്ട് എൻ്റെ സമയം കളയുന്ന സംഭവമില്ല. ഓക്കെ. ആ ഒരു പോയിന്റ് മനസ്സിലപ്പോൾ നമ്മൾ ലൈക്ക് ഐ തിങ്ക് ഇറ്റ്സ് ദ റൈറ്റ് ടൈം വി ഷുഡ് ജസ്റ്റ് ഇൻഫോം അവർ പേരൻസ് അബൌട്ട് ദിസ്. ഓക്കെ. ആ ഡിസിഷൻ എടുക്കുക എന്നുള്ളത് ഭയങ്കര ബോൾഡായ സംഭവമായിരുന്നു. അത് എളുപ്പമല്ല, കാരണം അത് നോർമലി ആരും ചേർന്നതല്ല. എല്ലാവരും കെട്ടിപ്പോയി എങ്ങനെയും ജീവിച്ചു തീർക്കാനുള്ള സംഭവത്തിലേക്ക് എല്ലാവരും വരുന്നത്. ബട്ട് ദെൻ വി ബോത്ത് റിയലൈസ് ലൈക്ക് ജീവിതം ഇതിനും അപ്പുറം ജീവിതം ഉണ്ട്. ഇതിങ്ങനെ ആയെന്ന് വെച്ചോണ്ട് നമ്മളിവിടെ എൻഡ് ആവുന്നില്ല. ആൻഡ് വി ബോത്ത് സപ്പോർട്ടഡ് ഈച്ച് അതർ വെരി സ്ട്രോങ്ലി ഓൺ ദാറ്റ് പോയിന്റ്. അതാരും ഐ തിങ്ക് ഐ ഹാവ് ഹേർഡ് എനി വൺ ഡൂയിങ് ദാറ്റ്. ഫസ്റ്റ് ഓഫ് ഓൾ വി മെന്റലി ബിൽഡ് അവർ സെൽഫ് ഇൻ എ വേ നിനക്കും എനിക്ക് നാളെ ജീവിതം ഉണ്ട് വേറെ, ആൻഡ് സംതിങ് ബെറ്റർ വിൽ കം. ഇത് നമ്മൾ കഷ്ടപ്പെട്ട് ഇഷ്ടപ്പെട്ട് പോകുന്ന ഒരു അവസ്ഥയാണ്. ഇത് ഇന്നും നാളെയും പോയി ഒരു 2 വർഷം പോയി ജീവിതകാലം മൊത്തം പുഷ് ചെയ്യാൽ മെന്റലി നിനക്കും എനിക്കും ഭയങ്കര സഫക്കേറ്റിംഗ് ആവുന്ന ഒരു അവസ്ഥ എന്നുള്ള കാര്യം ഞങ്ങൾക്ക് രണ്ടൊക്കെ മനസ്സിലായി. There is a realization point. അത് ഞങ്ങൾക്ക് രണ്ടൊക്കെ, കാരണം പല പല ഇൻസിഡൻസ് വന്നു തുടങ്ങിയപ്പോഴൊക്കെയാണ് നമുക്ക് മനസ്സിലാക്കി തുടങ്ങി. പിന്നെ ഒരിക്കലും ഒരു അടിയോ ബഹളോ ഒന്നും ഒരു സീൻസ് ഒന്നും അല്ലായിരുന്നു ഞങ്ങൾ തമ്മിൽ. സോ വി ന്യൂ ദാറ്റ് ഇഫ് ഇറ്റ്സ് നോട്ട് മെന്റ് ടു ബി, ഇറ്റ്സ് നോട്ട് മെന്റ് ടു ബി. ലൈക്ക് ആ ഒരു ഫാക്ട് ആക്സെപ്റ്റ് ചെയ്യേണ്ട ഒരു സമയം ആയിരുന്നു. സോ വി ടുക്ക് ദാറ്റ് ഡിസിഷൻ. ഞങ്ങൾ വീട്ടിൽ പറഞ്ഞു. സോ എവരി വൺ വാസ് ലൈക്ക് ബട്ട് ലൈക്ക് വൈ? കാരണം എപ്പോഴും ഡിവോഴ്സ് നടക്കുന്ന എപ്പോഴും മേജർ അടി ഉണ്ടാവണമല്ലോ. ഞാൻ പറഞ്ഞ് why do you want to fight? Why do you want to fight in this? സമാധാനത്തിൽ ഒരാൾക്ക് രണ്ടുമൊക്കെ ജീവിച്ചു പോകണമെങ്കിൽ അത് നമ്മൾ മനസ്സിലാക്കുന്ന പോയിന്റ്. പിന്നെ നമ്മൾ പിള്ളേരല്ല, അഡൽട്സ് ആണ്, മനസ്സിലാക്കുന്ന കാര്യങ്ങളാണ്. ആൻഡ് ആ കാര്യങ്ങൾ മനസ്സിലാക്കി കഴിയുമ്പോൾ ആ ഒരു ക്ലോഷർ ഞങ്ങൾ പെർഫെക്റ്റ്ലി കഴിഞ്ഞിട്ടാണ് നമ്മൾ ലീഗലി മൂവ് ചെയ്തിട്ട് പോലും ഉള്ളത്. സോ അതിനുശേഷമാണ് എനിക്കൊരു അടി പൊട്ടിയത്. പിന്നെ അതിപ്പോൾ ബോയ്സ് ഞാൻ അത്ര മനസ്സിലാക്കുന്നതല്ല. ലൈക്ക് എനിക്കിന്ന് സംസാരിക്കാൻ ഇഷ്ടമാണ്. വിക്കുണ്ടെങ്കിൽ സംസാരിക്കാൻ ഇഷ്ടമുള്ള ഒരാളാണ് ഞാൻ. എനിക്ക് കേൾക്കാൻ ഇഷ്ടം പറയാനുണ്ടെങ്കിൽ. സോ ഇഫ് യു ഡു ഹാവ് എ കൺസേൺ അബൌട്ട് മീ, ഒരു പരിധി വരെയൊക്കെ എനിക്കത് മാറ്റാൻ പറ്റും. പക്ഷെ എനിക്ക് മൊത്തം എനിക്ക് എന്നെ ചേഞ്ച് ചെയ്യാൻ പറ്റുന്നില്ല. കാരണം ഞാൻ 10-32 വയസ്സായിട്ട് എനിക്ക് എങ്ങോട്ട് ചേഞ്ച് ചെയ്യാൻ ഞാൻ പറഞ്ഞില്ല. സോ ദ സെയിം വേ അങ്ങോട്ടും ഉണ്ടല്ലോ കുറെ കാര്യങ്ങളുണ്ടാവും. പിന്നെ പറയുന്നവർക്ക് പറയാം എല്ലാം ഇങ്ങനെയാണ്, അഡ്ജസ്റ്റ് ചെയ്ത് പോണം എന്ന് പറയുമല്ലോ. വി ഓപ്റ്റഡ് ഫോർ നോ. വി ജസ്റ്റ് ഓപ്റ്റഡ് ലൈക്ക് നോ, വി ഡു ഡിസേർവ് എ ബെറ്റർ ലൈഫ് വിത്തൗട്ട് ഈച്ച് അതർ എന്നുള്ള സംഭവം. ആൻഡ് ഐ തിങ്ക് ഇറ്റ് വാസ് എ റൈറ്റ് ഡിസിഷൻ. രണ്ടാൾക്ക് ഇപ്പം ഒരു ബെറ്റർ ലൈഫും ഇപ്പം കാര്യങ്ങൾ ജോബാണെങ്കിലും അതെ പീസ്ഫുൾ ലൈഫ് രണ്ട് ഭാഗത്തും ഉണ്ട്, രണ്ട് ഫാമിലീസിനും ഉണ്ട്, വിച്ച് ഇസ് ഗുഡ്. സോ ആ ഒരു തീരുമാനങ്ങൾ ഒരിക്കലും തെറ്റാവണമെന്നില്ല. സി ഇപ്പം അത് ഞാൻ എപ്പോഴും ആൾക്കാരോട് പറയത്തി, നിങ്ങൾ തമ്മിൽ ചേർന്ന് പോകുന്നില്ല എന്ന് തോന്നുവാണെങ്കിൽ ടേക്ക് എ ഡിസിഷൻ അബൌട്ട് ദാറ്റ്. വെറുതെ ഒരാളെ പറ്റിച്ചല്ലെങ്കിൽ ഉത്തരം കൊടുക്കാതെ മുങ്ങുന്നൊരു അതൊരിക്കലും ഒരു പോംവഴിയല്ല. ഗിവ് ദ പേഴ്സൺ ലൈക്ക് ഒരു ക്ലാരിറ്റി കൊടുക്കുക. ആ ഒരു ക്ലോഷർ, ഞാൻ ഫ്രണ്ട്ഷിപ്പ് ആണെങ്കിലും റിലേഷൻഷിപ്പ് ആണെങ്കിലും ക്ലോഷർ ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. ക്ലോഷർ കിട്ടാതിരിക്കുമ്പോഴാണ് ആൾക്കാർ മെന്റലി ട്രോമറ്റൈസ് ആയി പോകുന്നത്. അവർ ക്ലോഷർ കൊടുത്തിട്ട് പോകും. പക്ഷെ ആ ക്ലോഷർ ആൾക്ക് മനസ്സിലാവുന്ന വരെ യു ഹാവ് ടു ബി ദെയർ മേക്കിംഗ് ദ പേഴ്സൺ അണ്ടർസ്റ്റാൻഡ്. അതിപ്പോൾ എനിക്കാണെങ്കിലും അതെ, ഞാൻ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്ന ആളെ എപ്പോഴും എന്താ അങ്ങനെ, ലൈക്ക് എൻ്റെ ഭാഗത്താണ് തെറ്റ്, എന്താ ചെയ്യുന്നത് പറ, ലൈക്ക് ക്ലിയർ മീ, ലൈക്ക് എലാബറേറ്റ്, എന്താണ് പറ്റിയ പറ സംഭവം ഉണ്ടല്ലോ. അപ്പം അത് ഉത്തരം പറയാനുള്ള പോലും ധൈര്യം ഇല്ലാത്തവരാണെങ്കിൽ ഡോണ്ട് കം ഇൻ ഫ്രണ്ട് ഓഫ് മീ. ഞാൻ പറയും നിങ്ങൾ റിലേഷൻഷിപ്പിൽ ഇപ്പം പ്രപ്പോസൽസ് വരും, ഇഷ്ടമാണെന്ന് പറയും, ഞാൻ പറയും ഞാൻ ഇഷ്ടപ്പെടാൻ പറ്റിയ ആളല്ല, ഞാൻ കുറേ അധികം ചോദിക്കുന്ന ആളാണ്. പക്ഷേ ഇപ്പം നേരത്തെ കാര്യത്തിലാണെന്നുണ്ടെങ്കിൽ ഇപ്പം ആ വ്യക്തിയായിട്ട് അല്ലെ ഒരുമിച്ച് പോവാന്നുള്ളതാണ്, അല്ലെ വിവാഹ ജീവിതമേ പ്രശ്നം എന്നല്ല അനു റിയലൈസ് ചെയ്യുന്നത്. അപ്പൊ പിന്നെ എങ്ങനെയാണ് അതൊരു ചൂടുള്ളത്തിൽ അറ്റ് സം പോയിന്റ് ഇഫ് ഐ ഫീൽ ലൈക്ക് നമുക്കൊരു സ്പാർക്ക് വരത്തില്ല, മറ്റേ പണ്ട് ഉൽക്കറിന്റെ ഒരു മൂവി പറഞ്ഞ പോലെ ആ ഒരു സ്പാർക്ക് ഫീൽ ചെയ്താൽ ഐ വിൽ ബി ദേർ. ആൻഡ് വെൻ ഐ എം ദേർ I'm the loyal, like a 360-degree person you get on floor. അങ്ങനെയാണ് എൻ്റെ അവസ്ഥ. അല്ല ഞാൻ ഇപ്പോൾ റിലേഷനിൽ നിന്നാൽ ഞാൻ ഫുള്ളി അവിടെ തന്നെയാണ്. മറ്റേ വേറെ കുളിച്ചതിന് പോകാനുള്ള സമയമൊന്നും. ലൈക്ക് ഐ ആം ലൈക്ക് ഫുള്ളി ഫോക്കസ് ഓൺ ദിസ് പേഴ്സൺ. പുള്ളീൻ്റെ എന്താണ് അപ്ബ്രിങ്ങിങ് ആയിരിക്കാം, അങ്ങനെ പല പല കാര്യങ്ങളായിട്ട്. ലൈക്ക് ഐ ലവ് ടു ക്രിയേറ്റ് മെമ്മറീസ് വിത്തിൻ ദാറ്റ് സോൺ. ഞാൻ മറ്റൊരു 90s പ്രേമവും ലവും ഒക്കെ എൻജോയ് ചെയ്യുന്ന ഒരാളാണ്. അത് റീക്രിയേറ്റ് ചെയ്യുക, എൻജോയ് ചെയ്യുക, ദാറ്റ് ഈസ് എ ഡിഫറെൻറ്റ് ഓൾ ടുഗെദർ, എ ഡിഫറെൻറ്റ് ഫീൽ.
ഞാൻ അതിൽ നിൽക്കുന്നില്ല. പക്ഷെ എനിക്ക് ഒരു സ്പാർക്ക് ഫീൽ ചെയ്യണം. സ്പാർക്ക് ഫീൽ ചെയ്യാൻ കുറച്ച് പണിയാണ്. അല്ല പക്ഷേ അപ്പൊ പിന്നെ ആ സ്റ്റേറ്റ്മെന്റ് മാറ്റിയിട്ടിരിക്കുന്നു. ഞാൻ ഇനി പച്ചവെള്ളം കണ്ടാലും പേടിക്കുന്നില്ല. പേടിക്കുന്നല്ല, നല്ല പച്ചവെള്ളങ്ങൾ ആ ഒരു സ്പാർക്ക് ഫീൽ ചെയ്ത ഓബ്വിയസ്ലി. പക്ഷെ ലൈക്ക് ആ ഒരു സ്പാർക്ക് ഇസ് മെയിൻലി വിത്ത് ലൈക്ക് ദ റെസ്പെക്ട് യു ആർ ഗിവിംഗ് ടു എ പേഴ്സൺ. ഞാൻ അങ്ങനത്തെ കുറച്ച് ലൈക്ക് ആൾക്കാരോട് എങ്ങനെ പെരുമാറുന്നുള്ളതല്ലേ, എങ്ങനെയാണ് ആൾക്കാർ പെരുമാറുന്നത്, ഹൗ ആർ യു ഹാൻഡ്ലിങ് യുവർ ഹോം, the respect you are giving to other person without seeing the job status and all. ഇങ്ങനത്തെ കുറേ കാര്യങ്ങളുണ്ട് വിച്ച് ഇസ് വെരി റയർ ഈ ഇടയ്ക്കൊക്കെ കാണാൻ വേണ്ടിയിട്ട്. എന്താ ഏറ്റവും കൂടുതൽ അനുവിൻ്റെ അടുത്ത് പറഞ്ഞുള്ളത്, നിന്നെ കൊണ്ടത് കൂട്ടിയ കൂട്ടില്ല എന്ന് പറഞ്ഞ് വാശി കയറി അച്ചീവ് ചെയ്തുള്ള കാര്യം എന്താ? അനുവിൻ്റെ അടുത്ത് എന്തെങ്കിലും കാര്യം ഇപ്പോൾ കൊച്ചിലോട്ടിട്ടായിരിക്കും ചിലപ്പോൾ, അല്ലെങ്കിൽ നമ്മൾ വളർന്നു വരുന്ന സാഹചര്യത്തിലായിരിക്കാം, നിന്നെ കൊണ്ടത് കൂട്ടിയാൽ കൂടില്ല എന്ന് പറഞ്ഞ് അനുവായിട്ട് ആ വാശിപ്പുറത്ത് അച്ചീവ് ചെയ്തിട്ടുള്ളൊരു കാര്യം എന്തായിരുന്നു? അങ്ങനെ ആരും പ്രൊവോക്ക് ചെയ്തിട്ടില്ല. ഇല്ല, അങ്ങനെ സ്വയമേ തോന്നിയിട്ടുള്ള എന്തെങ്കിലും കാര്യമുണ്ടോ, എനിക്കിത് പറ്റുമോ എന്നുള്ള ഒരു ഇൻസെക്യൂർ ആയിട്ട്? അങ്ങനെ രാജഗിരിയിലെ പ്ലേസ്മെന്റ് പറഞ്ഞ വാസ് വൺ മേജർ പോയിന്റ് ഫോർ മീ. കാരണം അത് ഓവർകം ചെയ്തില്ലെങ്കിൽ എന്നുള്ളൊരു പേടി ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ ഈ ട്രെയിനിങ്ങിന് വിടുമ്പം നമ്മുടെ കോൺഫിഡൻസ് ഇടിയുവാ. ഇറ്റ് ബേസിക്കലി ഷോസ് ലൈക്ക് യു കാൺ ബി ഇൻ ഓൾ ദോസ് ഇന്റർവ്യൂസ് എന്നുള്ള സംഭവം. അതിൽ നിന്ന് എങ്ങനെയും നല്ലൊരു കമ്പനി കയറണമെന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. പിന്നെ കുറേ കമ്പനീസ് പോയി കഴിഞ്ഞപ്പോൾ പിന്നെ കഴിഞ്ഞോ ഇനിയില്ലേ കമ്പനിയില്ലേ ഇനി എന്നുള്ള സംഭവമായിരുന്നു. അങ്ങനെയാണ് മറ്റേ ദേവദൂതനെ പോലെ ലാസ്റ്റ് മാസം ഒരു കമ്പനി വന്ന് കയറുന്നതും അതിൻ്റെ അകത്ത് ഇൻ്റർവ്യൂ കിട്ടുന്നതും. ആ ഇൻ്റർവ്യൂ എനിക്ക് വേണ്ടി ഞങ്ങൾക്ക് 2 റൗണ്ട് ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു. ഞാൻ ഉറപ്പിച്ചെന്തായാലും കിട്ടത്തില്ലല്ലോ, ഇതുവരെ ഒന്നും കിട്ടിയിട്ടില്ല. പിന്നെ ഇപ്പം കിട്ടാനില്ല. അപ്പോൾ രാത്രി 10 മണിക്ക് അങ്ങാണ്ടാണ് ഫൈനൽ ഇൻ്റർവ്യൂ വരുന്നത്. ഫൈനൽ ഇൻ്റർവ്യൂ ഞാൻ കയറുമ്പോൾ ഞാൻ ബ്ലേസറൊക്കെ ഞാൻ പിന്നെ അഴിച്ച് കൈ പിടിച്ച് എനിക്ക് ഏറ്റവും മനസ്സും അടുത്തിട്ടുണ്ടല്ലോ, എന്തേലും ആട്ടോളായിട്ട് കിട്ടില്ല വളരെ ഉറപ്പുള്ള രീതിയിൽ ഞാൻ പോയി കയറിയതാ. പക്ഷെ അത് കിട്ടിക്കഴിയുമ്പോൾ കിട്ടിയാ മറ്റേ ഒരു റിയാലിറ്റി പടം എന്താവുമല്ലോ, ശരിക്കും കിട്ടിയോ ഉള്ള സംഭവം. അത് എത്രയോ പേര് ഇൻ്റർവ്യൂസിന് നിന്നിട്ട് ഞങ്ങൾ 4 പേരെ മാത്രമാണ് അന്ന് ഓൺബോർഡ് ചെയ്തിട്ടുള്ളത്. അന്നും ഒരു കോൺഫിഡൻസ് ഇല്ലാവും. ലൈക്ക് കിട്ടില്ല എന്ന് പറഞ്ഞാൽ എല്ലാവരും പറഞ്ഞിട്ട് ഇപ്പം എന്താന്നുള്ള സംഭവം. ഒന്നാമത് രാജഗിരി അഡ്മിഷൻ തന്നെ കിട്ടത്തില്ലെന്നാണ് എല്ലാവരും പറഞ്ഞുകൊണ്ടിരുന്നത്. കാരണം എൻ്റെ പഠിപ്പിന്റെ ഹിസ്റ്ററി ഭയങ്കര അതിഭീകരമായതുകൊണ്ട് രാജഗിരി നീ പോലും വേണ്ട എന്നുള്ള സംഭവമായിരുന്നു. പക്ഷെ മാറ്റ് എക്സാം എഴുതിയപ്പോൾ പൊട്ടക്കണന്റെ മാവലേറ് പോലെ 89% കിട്ടുന്ന എന്നോട് എൻ്റെ മമ്മേനെ ചോദിച്ചു, അനു നീ ഇത് കോപ്പി എടുത്തോണ്ട് ചോദിച്ചാൽ അപ്പൊ ആലോചിക്കാം എൻ്റെ പഠിപ്പിന്റെ ഹിസ്റ്ററി. എന്താ ദുബായ് ലൈഫിൽ ഏറ്റവും കൂടുതൽ മിസ് ചെയ്യുന്നത് നാട്ടില്? അല്ല, അവിടുന്ന് മിസ് ചെയ്യുന്ന സാധനം നാട്ടിലെ ഇപ്പൊ പാരന്റ്സോ ഫാമിലിയോ അല്ലാതെ നാട്ടിലെ ഏറ്റവും കൂടുതൽ ദുബായിലായിരിക്കും മിസ് ചെയ്യുന്നത്? ക്ലൈമറ്റ് ആണ്. 50 ഡിഗ്രി ചൂട് അവിടെ ഉള്ളപ്പോൾ ഇവിടെ നിങ്ങൾ മഴ ആസ്വദിക്കപ്പെടുള്ളൂ. വല്ലാത്ത അസൂയ, പ്രാകാനൊക്കെ തോന്നും. പിന്നെ അവിടെ അമ്മമാര് ചൂടത്ത് ഇരിക്കുമ്പോഴേക്കും ഇൻസ്റ്റ ഓപ്പൺ ചെയ്യുമ്പോ നാട്ടിലെ ഫ്രണ്ട്സിന്റെ വീഡിയോ, ചിറാപ്പുഞ്ചി മഴയത്ത് രാവിലെ. ഈ പാട്ട് ഇത്രയും ദുബായിൽ ഹിറ്റായിട്ടുണ്ടാവില്ല. അതുകൊണ്ടാണ് അസൂയ കാരണം ഈ പാട്ട് അത്ര ദുബായിൽ ഹിറ്റായിട്ടുണ്ടാവുമായിരിക്കും. അതുകൊണ്ടാണ് മഴക്കാലം നോക്കിയിട്ട് തന്നെ നാട്ടിലേക്ക് വന്നത്. എല്ലാരും വന്നു പോയപ്പോ ഞാൻ ദൈവമേ മഴ കഴിയല്ലേ എന്ന് പറഞ്ഞാ വന്നത്. യെസ്. അപ്പോൾ കുറേ നേരം കുറേ വിശേഷങ്ങൾ വന്നു. അപ്പോൾ എന്തായാലും നാട്ടിലെ ക്ലൈമറ്റ് ഇഷ്ടപ്പെടുന്ന, നാട്ടിലെ മഴക്കാലത്തെത്തിയ അല്ലേ അനുവിൻ്റെ, ഇനി അനു എന്ന് പറയുമ്പോൾ തന്നെ പാടുന്ന ആളാകുമ്പോൾ തന്നെ ഭയങ്കരമായിട്ട് ഒരു അഞ്ജു ജോസഫ് കട്ടും കിട്ടും പറയാറുണ്ട് ആരെങ്കിലും? സ്പെക്സ് ഒക്കെ വെച്ചിട്ട് സിംഗർ അഞ്ജു ജോസഫ് അനുശ്രീ അങ്ങനെ ആരും എന്താ പറയാറുണ്ട്. ആണല്ലേ? ഓക്കെ. ജോസഫിൻ്റെ ഒരു കട്ടൊക്കെ സ്പെക്സ് ഒക്കെ വെച്ച് അപ്പോൾ ഒരു മഴ ക്ലൈമറ്റ്, ഒരു മലയാളം പാട്ടുകളോട് കൂടി നമുക്ക് മെല്ലെ അല്ലേ ബൈ ബൈ പറയാം. ചിറാപ്പുഞ്ചി മൊത്തം പക്ഷെ കുറച്ച് പാടാൻ നോക്കാം. ഓക്കെ യെസ്. പോകേണ്ടേ ദൂരൊരാളും കാത്തു നിൽക്കാതെ, കേൾക്കേണ്ടേ കിസ്സകൾ കഥകൾ നിലയ്ക്കാതെ, ചിറാപ്പുഞ്ചി മഴയത്ത് നിലാവഞ്ചി തുഴഞ്ഞെത്ത്, ചിറാപ്പുഞ്ചി മഴയത്ത് നിലാവഞ്ചി തുഴഞ്ഞെത്ത്, ചിറാപ്പുഞ്ചി മഴയത്ത് നിലാവഞ്ചി തുഴഞ്ഞെത്ത്, ചിറാപ്പുഞ്ചി മഴയത്ത് നിലാവഞ്ചി തുഴഞ്ഞെത്ത്. Thank you, Rohan. Thanks for the time. Thanks to
വെറൈറ്റി മീഡിയ. ഇതൊരു വെറൈറ്റി ഇന്റർവ്യൂ ആയിരുന്നു ആക്ച്വലി. സോ ഞാൻ നാട്ടിൽ വന്നൊരു ഗ്യാപ്പിൽ കൃത്യമായി കോൺടാക്ട് ചെയ്തത്. ഞങ്ങൾക്ക് ഒരുപാട് സന്തോഷം. ഇപ്പം ആക്ടറൊക്കെ ആയി വലിയ ആളാവുമ്പം പാവങ്ങളെ മറക്കാതിരിക്കാന്നുള്ളൊരു അപേക്ഷ മാത്രം വെക്കുന്നു. താങ്ക്സ് എ ലോട്ട്. ഒരൊറ്റ റിക്വസ്റ്റ് കൂടിയും, ഈ പുരുഷന്മാരെ പുരുഷപക്ഷം ചേർന്നതിൻ്റെ ഒപ്പം തന്നെ അല്ലെങ്കിൽ അത്ര കോണ്ടന്റ് ഒപ്പം തന്നെ ഇടയ്ക്കിടയ്ക്ക് ഒരു കവർ വേർഷനൊക്കെ ഇട്ട് പാടുന്ന വീഡിയോ കൂടി വരട്ടെ. അസാധ്യമായിട്ടുള്ള കഴിവുണ്ട്, പക്ഷെ അസാധ്യമായിട്ടുള്ള കഴിവുണ്ട്. കാരണം രണ്ടുവരുമ്പോഴും അത് ഓട്ടോമാറ്റിക്കലി ഇന്റർവ്യൂ കഴിഞ്ഞ് വരുമ്പോൾ കമന്റ് ബോക്സിൽ വരും ഭയങ്കര പരിപാടി കിടപ്പുണ്ട്. സോ അത്തരം ചിന്തകൾ പൂക്കുന്നവിടമായിട്ട് അങ്ങനെ തുറന്നുകൊണ്ടിരിക്കട്ടെ യാത്ര. കുറെ പേർ കൂടെ ചേരട്ടെ, വഴികൾ പുതിയത് വെട്ടട്ടെ. ഓൾ ദി വെരി ബെസ്റ്റ് ആൻഡ് താങ്ക് യു സോ മച്ച്. മോസ്റ്റ് വെൽക്കം. ടിക്കറ്റ്സ് അയക്കും ഞാൻ വരാം. ഓക്കെ ബൈ. ഓക്കെ ബൈ. ഓക്കെ താങ്ക് യു.